നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സ്വാഭാവികമായും ജനാധിപത്യ രീതിയിലുള്ള മത്സരം, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ് മത്സരം നടക്കുന്നതും. അവിടെ പറയേണ്ടത് രാഷ്ട്രീയമാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വികസന വിഷയങ്ങൾ, ഇതൊക്കെയാണ് സ്വാഭാവികമായും അവിടെ പറയേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. പ്രതിപക്ഷ പാർട്ടികൾക്കായാലും ഭരണപക്ഷ പാർട്ടിക്കായാലും അത്തരത്തിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് താനും. മെറിറ്റോടുകൂടി തന്നെ പറയാനുള്ള ഒരുപാട് രാഷ്ട്രീയം ഇടതുമുന്നണിക്കായാലും വലതുമുന്നണിക്കായാലും ഒരുപോലെയുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ പ്രധാനപ്പെട്ട ചർച്ചയാവുന്നത് അവിടെ സമസ്തയിൽ ഏത് വിഭാഗം ഞങ്ങളെ പിന്തുണയ്ക്കുന്നു, ഏത് വിഭാഗം മറുഭാഗത്തിന് എതിര് നിൽക്കുന്നു, അല്ലെങ്കിൽ PDP ആരെ പിന്തുണയ്ക്കുന്നു, വെൽഫെയർ പാർട്ടി ആരെ പിന്തുണയ്ക്കുന്നു, ഇനിയിപ്പോൾ സഭയുടെ പിന്തുണ ആർക്കാണ് എന്ന മട്ടിൽ അങ്ങനെ ഓരോ മത ജാതി വിഭാഗങ്ങളെയും അതിനകത്തെ ഉപവിഭാഗങ്ങളുടെയും ഒക്കെ പിന്തുണ ഉറപ്പാക്കാനും അതിനുവേണ്ടി അവരെ ന്യായീകരിക്കാനും അല്ലെങ്കിൽ അവരെയൊക്കെ മഹത്വമാണ് എന്ന് കാണാനും അവർ വർഗീയവാദികളാണെന്ന് ചാപ്പകുത്താനും ഒക്കെ അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് UDF ആയാലും LDF ആയാലും ഒരുപോലെ നടത്തുന്നത്. BJP ആണെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി അടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാന മത്സരം നടക്കുന്ന LDF-ഉം UDF-ഉം മുഖ്യ രാഷ്ട്രീയം പറയാതെ കഴിഞ്ഞ കേരളം ഇത്ര കാലവും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളടക്കം, വികസന വിഷയങ്ങളടക്കം പോസിറ്റീവായും നെഗറ്റീവായും പറയാൻ ഒട്ടേറെ കാര്യങ്ങൾ LDF-നും UDF-നും ഉള്ളപ്പോഴാണ് അതെല്ലാം മാറ്റിവെച്ച് നിലമ്പൂരിലെ ജനങ്ങളെന്തോ മതം നോക്കി, ജാതി നോക്കി, ജാതിക്കാരുടെ താല്പര്യം നോക്കി, അല്ലെങ്കിൽ അതിലെ ഉപവിഭാഗങ്ങളുടെ താല്പര്യം നോക്കിയൊക്കെ വോട്ട് ചെയ്യുന്നവരാണ് എന്ന മട്ടിൽ അവരുടെ വോട്ടെടുപ്പിൻ്റെ കണക്കും ഈ വിഭാഗത്തിന് എത്ര വോട്ട് സ്വാധീനിക്കാൻ കഴിയും എന്ന മട്ടിലൊക്കെ പ്രചരണം നടത്തുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടുത്തെ വിദ്യാസമ്പന്നരായ കാര്യങ്ങളെ ചിന്തിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന വലിയൊരു വിഭാഗം വരുന്ന നിലമ്പൂരിലെ ജനങ്ങളെ കൂടി അപമാനിക്കുന്ന തരത്തിലാണ് ഇത്തരം പ്രചരണം. രാഷ്ട്രീയ പാർട്ടികൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വ്യത്യാസമില്ല. കഴിഞ്ഞ കുറേ കാലമായി തുടങ്ങിയതാണ് ഇത്തരത്തിലേക്കുള്ള വോട്ട് കണക്കുകളും അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള രാഷ്ട്രീയം വിട്ടുള്ള കളികൾ. ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് ഭൂഷണമാണോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും ആദ്യ പ്രേക്ഷകനെ എത്തുന്നത്. ശ്രീ മഹി, അന്തസ്സായി പറയാൻ രാഷ്ട്രീയം LDF-നും UDF-നും ഉണ്ട്. അവരത് പറയുകയും ഒക്കെ ചെയ്യാൻ അറിയാവുന്നവരുമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ജാതിയുടെ പുറമെ, മതത്തിൻ്റെ പുറമെ, അല്ലെങ്കിൽ അതിൻ്റെ ഉപഗ്രൂപ്പുകൾക്ക് പുറമെ ഈ രാഷ്ട്രീയത്തെ മാറ്റുന്നത്, അതൊരു പ്രധാന ചർച്ചയാക്കി മാറ്റുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ശരിയാണോ? അല്ല സാറേ, ഒരു ആദ്യം നിങ്ങളെ ചാനലിന് ഒരു അഭിനന്ദനം. എന്താ വെച്ചാൽ അരമണിക്കൂറുള്ള ഈ പരിപാടി 1 മണിക്കൂർ ആക്കിയത്, 1.5 മണിക്കൂർ ആക്കിയാലും കുഴപ്പമില്ല. അത് നിങ്ങളെ ചാനലല്ല, വേറെ ഒരു ചാനൽ അങ്ങനെ ചെയ്തില്ല. എല്ലാവർക്കും നമുക്ക് വിളിക്കാനുള്ളവർക്ക് എല്ലാം ഒരു അവസരം കിട്ടണം. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, അത് വലിയൊരു പങ്ക് നിങ്ങൾ വഹിക്കൊണ്ട് നിങ്ങളെ ചാനലിന് വലിയൊരു അഭിനന്ദനം. ശരി, ഓക്കെ, താങ്ക് യു ശ്രീ മഹി. നമ്മള് എപ്പോഴും ചാനലുകളിലെല്ലാം മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് പറയുകയല്ലാതെ ഇങ്ങോട്ട് ഒന്നും പറയുന്നത് ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കേൾക്കുന്നില്ല. മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന വിദഗ്ധരൊക്കെ വന്നിരുന്നത് ജനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് അങ്ങ് പറയുകയാണ്. അങ്ങനെയല്ല, ജനങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് പറയാൻ, ഈ വിദഗ്ധരെക്കാളൊക്കെ കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി പറയാൻ കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യർ കേരളത്തിലുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ ആ ജനങ്ങളാണ് ഓരോ കാര്യവും തീരുമാനിക്കേണ്ട ആത്യന്തിക അധികാരികൾ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയതും വർഷങ്ങളായി അത് തുടരുന്നതും അതിൻ്റെ സമയം അരമണിക്കൂറിൽ നിന്ന് 1 മണിക്കൂറാക്കി ദീർഘിപ്പിച്ചതുമെല്ലാം. ഇനി താങ്കൾ പറഞ്ഞോളൂ. ഈ ഗവൺമെന്റ് നല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നല്ല എല്ലാ കാര്യം, പെൻഷൻ പൈസ, ഈ ഉമ്മൻചാണ്ടി 18 മാസം 600 രൂപ മുടക്കം വെച്ച് പോയി. ഈ ഗവൺമെന്റ് ഒന്നും മൊത്തം തീർത്ത്, ഈ 18 മാസത്തെ പൈസ കുടിച്ച തീർത്ത് ഇപ്പൊ അവർക്ക് ഒരു മുടക്കവും ഇല്ല. ഒരു മുടക്കത്തിലുണ്ട്, അത് അടുത്ത മാസം കൊടുക്കും. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. കോൺഗ്രസ് തന്നെ തീർന്ന്, അതുകൊണ്ട് നെടുമ്പള്ളി 70 ദിവസം ജയിക്കുള്ളൂ. കോൺഗ്രസ് 6 മുഖ്യമന്ത്രിമാര് 6 പേര് ഉടുപ്പ് തച്ചോട്ടിരിക്കുന്നത്, 6 അനുഭവിക്കത്തിരിക്കുള്ളൂ. ഒരുത്തരോട് വരാൻ പോലെ 20 ദിവസം വരെ വരും. ചന്ദ്രപ്പുള്ള ഒരു മുഖ്യമന്ത്രിയോടുണ്ട്, 100 സീറ്റിലും എന്തായാലും വരും. ഇത്രയേ ഉള്ളൂ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ ഇടതുപക്ഷം ജയിക്കും എന്നുള്ള അഭിപ്രായമാണ് താങ്കൾ പറയുന്നത്. പക്ഷേ അവിടെ ഈ ഒരു രാഷ്ട്രീയം ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ ചർച്ചയാക്കണം എന്നുള്ളതാണ് പ്രധാനം. ശ്രീ മോഹൻദാസാണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, ഈ യഥാർത്ഥത്തിലൊരു പൊളിറ്റിക്കൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ പൊളിറ്റിക്സ് അല്ലേ പറയേണ്ടത്? സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടുത്തെ വികസന വിഷയങ്ങൾ, അല്ലെങ്കിൽ ഈ നാടിൻ്റെ പൊതുവായ രാഷ്ട്രീയം, അതൊക്കെ അല്ലേ പറയേണ്ടത്? അതിന് പകരമായി ഈ മതജാതി സംഘടനകളുടെ വോട്ട് കണക്കെടുത്ത് അതിൻ്റെ ലാഭം കൊണ്ട് ഞങ്ങൾ ജയിക്കും തോക്കുമെന്നൊക്കെ ഈ മുന്നണികളൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കിരൺ, ഒരു രാഷ്ട്രീയ നമസ്കാരം. നമസ്കാരം. അവസാനം ഇടയ്ക്ക് പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ, അതാണ് ശരി. അത് ശുദ്ധ രാഷ്ട്രീയമാണ്.
ഇപ്പൊ അവിടെ നടക്കുന്നത് ഇപ്പൊ MSc-LC കത്തുന്നതൊക്കെ 2000 ഡിഗ്രി സെൽഷ്യസ് അവിടെ. ഇപ്പൊ അതിനൊക്കെ കൂടുതൽ കത്തുന്നുണ്ട്. ഇപ്പൊ അവിടെ എല്ലാവർക്കും മറ്റേ കൺഫ്യൂഷൻ തീർക്കണമെന്ന് നമ്മുടെ ജയറാമിന്റെ പാട്ട് പാടിക്കൊണ്ട് നോക്കുക. എന്താണെന്ന് പറയുന്നത് ആർക്കും നിശ്ചയമില്ല. മുമ്പൊക്കെ രാഷ്ട്രീയം പറയരുതെന്ന് ചായക്കടയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതവരോട് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും കഷ്ടത്തിലായി ഇപ്പൊ. ശുദ്ധരാഷ്ട്രീയം പറയുന്നത് ഇന്ന കാലത്ത് ഇല്ല, ഒരിക്കലും ഇല്ല. ശുദ്ധരാഷ്ട്രീയം പറയുമ്പോൾ ഈ രണ്ട് കക്ഷികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഇപ്പൊ പി വി അൻവർ എന്താ പറയുന്നത് അപ്പൊ അവിടെ? അത് വേറെ തരത്തിലായി. ഇവർ രണ്ടുപേരും നന്നായിട്ട് പറഞ്ഞാൽ അവര് വേറെ എന്തെങ്കിലും പറയും. അപ്പൊ അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ കഷ്ടത്തിലായിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പൊതുവേദി അയ്യോ എങ്ങനെ ഞാൻ എപ്പോഴാണ് പറയുന്നതാണ്. എനിക്ക് ഒരുപാട് ചാൻസസ് തന്നു. ഈ ഇടയ്ക്ക് ഞാൻ ഫീസ് വായിച്ചു കേട്ടോ, അന്ന് കിരണില്ല. ഞാൻ അറിഞ്ഞു. എനിക്ക് അതിന് വരെ സമയം തന്നു. പെട്ടെന്ന് ഞാൻ ഒരു ചെറിയ പീസ വായിച്ചു, എന്നാലും എനിക്കൊരു അവസരം തന്നില്ലേ. എന്താണെന്നറിയാം, 80 കടന്നുകൊണ്ടിരിക്കുക. എത്ര കാലം ഞാൻ പൊതുവേദിക്ക് വിളിക്കുന്നു എനിക്ക് അറിയില്ല. അങ്ങനെയൊന്നുമില്ല, 80 ഒരു വയസ്സൊന്നും അല്ല. ഇനിയും 10, 25, 30 വർഷം സുഖമായി ജീവിക്കാനുള്ള സമയമുണ്ട്. വയസ്സിന്റെ അല്ല, അസുഖത്തിന്റെ നല്ല അസുഖങ്ങളുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ മാറി ധൈര്യമായിരിക്കൂ, സന്തോഷത്തായിരിക്കൂ. നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി അതിനൊക്കെ മറികടക്കാം. സംസാരിക്കുമ്പോ ഇന്ററാക്ട് ചെയ്യുമ്പോഴുള്ള സന്തോഷമില്ലേ, അതെനിക്ക് എന്താന്ന് ഞാൻ പറയുന്നത്. എന്റെ ഒറ്റപ്പെട്ടുള്ള ജീവിതം ഒറ്റയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് എന്തൊരു സന്തോഷം എന്നറിയപ്പോ. എനിക്കറിയാം, അങ്ങനെ ഓരോ മനുഷ്യർക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലും ആളുകൾക്കൊക്കെ അവരുടേതായ വ്യക്തിപരമായ ദുഃഖങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പങ്കുവെക്കാൻ കൂടി, അല്ലെങ്കിൽ അത്തരം ഒരു വൈകാരികത കൂടി പൊതുവേദിയിൽ കാണുന്നു എന്നതിൽ വലിയ സന്തോഷം. ശ്രീ മോഹൻദാസ് ആലത്തൂർ. മഹി പറഞ്ഞതിന്റെ ഒരു ബാക്കിയിൽ ഞാൻ ഈ പറഞ്ഞു കേട്ടോ, അതാണ്. ശരി, ഓക്കെ, താങ്ക് യു. ശ്രീ പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പുകൾ മത്സരം നടക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലാണ് പോരാട്ടം നടക്കേണ്ടത്. അവിടെ മുഖ്യമായും ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമാണ്. പക്ഷേ അതിനു പകരമായി മതങ്ങളുടെ പേരിലും വർഗീയതയുടെ പേരിലും, അല്ലെങ്കിൽ അതിനെ ഉപജാതി വിഭാഗങ്ങൾ, അതിൻ്റെ മറ്റൊരു വിഭാഗം ഞങ്ങളെ പിന്തുണയ്ക്കുന്നു, സ്ഥാനാർത്ഥി എല്ലാ തരത്തിലും സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ അങ്ങനെ തുടങ്ങാറുണ്ട്. അങ്ങനെ ഇവരുടെയൊക്കെ പിന്തുണ ഇതാണോ യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഈ പൊതുവേദിയിൽ ആമുഖമായി താങ്കൾ പറഞ്ഞതുപോലെ നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടി വിളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിന് പൂർണ്ണമായി സമയം കിട്ടാറില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ഒരുപാട് സമയം കിട്ടുന്നതും കണ്ടിട്ടുണ്ട്. എന്തായാലും എന്റെ പരാതി അവിടെ നിന്നോട്ടെ. എപ്പോഴും താങ്കൾക്കൊരു പരാതി ഉള്ളതായതുകൊണ്ട് കുഴപ്പമില്ല, പറഞ്ഞു. ഇല്ല, എനിക്ക് എന്റെ പരാതി എല്ലാം വേണമെങ്കിൽ താങ്കൾ ചോദിച്ചു നോക്കൂ. പലർക്കും ഇഷ്ടം പോലെ സമയം. ഞാനിത് എനിക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ കെട്ടിത്തൂങ്ങി ഇവിടെ കിടന്ന് സംസാരിക്കണം. ഇഷ്ടമാണ്, എനിക്ക് അത്ര ഇഷ്ടമാണ്. അല്ലല്ല, അത് ചെയ്യാം മിസ്റ്റർ കിരൺ. കാരണം അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിറകെ വരുന്നവർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നു. ഞാൻ ഇന്നലെ ക്യൂ നിന്നു, എനിക്ക് കിട്ടിയില്ല. കുഴപ്പമില്ല. ഈ അവസരവാദവും അതേപോലെ തന്നെ ഈ രാഷ്ട്രീയത്തിൽ ഇവർക്ക് എന്ത് നെറിയാണുള്ളത്? രാഷ്ട്രീയത്തിൽ ഒരാൾക്കുമില്ല. ഞാൻ പറയുന്നത് BJPക്ക് പോലും ഇല്ലെന്നേ. വ്യക്തമായ അവർക്ക് ഒരു ഇതില്ല. അപ്പോഴപ്പോൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയല്ലാതെ അവരെന്താണ് ചെയ്യുന്നത്? ഓരോ മതക്കാരെ പ്രീണിപ്പിക്കാൻ നോക്കും, ഓരോ ജാതിക്കാരെ പ്രീണിപ്പിക്കാൻ നോക്കും. ഇവര് വികസനമാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത്? യഥാർത്ഥം പറഞ്ഞാൽ ഇന്ന് പിണറായി വിജയന്റെ ഈ ഭരണത്തെക്കുറിച്ചല്ലേ കോൺഗ്രസ് പ്രതിപാദിക്കേണ്ടിയിരുന്നതും തർക്കിക്കേണ്ടതും സംസാരിക്കേണ്ടിയിരുന്നത്? അതല്ലേ ജനങ്ങൾക്ക് ഗുണമായി വരേണ്ടത്? പക്ഷെ ഇവരവിടെ മതമാണ് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറൊരു ഇസ്ലാമിക പാർട്ടി വരുന്നു, അതിനെക്കുറിച്ചാണ്. ആശയപരമായി ഇവർ പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്നല്ലേ. പി രാജീവ് ആണെങ്കിൽ ഇസ്രായേലിനെതിരായി സംസാരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇസ്രായേലിൽ ഇപ്പോൾ ജോലി കിട്ടുന്നു. ഇതെല്ലാം ഓരോ രാഷ്ട്രീയക്കാരെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെല്ലാം പി രാജീവിന്റെ ഭാര്യയ്ക്ക് ഇസ്രായേലിൽ ജോലി കിട്ടിയോ എന്ന് എനിക്കറിയില്ല. ഇനി ജോലി കിട്ടിയാലും ഒരു രാജ്യത്തിനെതിരെ സംസാരിക്കുന്നതുകൊണ്ട് ആ രാജ്യത്ത് ജോലി കിട്ടുന്നതിന് ആ രാജ്യത്തിനെതിരെ അല്ല, ആ രാജ്യത്തിന്റെ നയങ്ങൾക്കെതിരെയാണ്. അമേരിക്കൻ നയങ്ങളെ ഒരാൾ എതിർത്ത് കഴിഞ്ഞാൽ അതിനർത്ഥം അമേരിക്കയിൽ പോയി അവർക്ക് നാളെ ജോലി ചെയ്യാൻ കഴിയില്ല എന്നല്ല. ഇന്ത്യൻ സർക്കാരിനെ എതിർത്താൽ, കേരള സർക്കാരിനെ എതിർത്താൽ അതിൻ്റെ അർത്ഥം കേരള സർക്കാരിൻ്റെ ജോലി വേണ്ട, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ജോലി വേണ്ട. അങ്ങനെ അത് വ്യക്തിപരമായി അത് വിഷയം കാണുന്നതിൻ്റെ പരിമിതിയാണ്. അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ നമുക്കൊരു രാജ്യത്തോടോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോട് വ്യക്തമായ രാജ്യത്തോടല്ല, ഒരു അമേരിക്ക. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആളുകൾക്ക് ഇന്ത്യയിലെ പ്രധാന പല പാർട്ടികളും അമേരിക്ക വിരുദ്ധ നിലപാട് സ്വീകരിക്കും. അമേരിക്കയിലെ ജനങ്ങളോടല്ല എതിർപ്പ്, അമേരിക്കൻ ഭരണകൂടത്തിന്റെ വ്യവസ്ഥയോട്, അല്ലെങ്കിൽ പലസ്തീനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർക്കുന്നതും പലസ്തീനെ എതിർക്കുന്നവരും ഒക്കെ ആളുകൾ അവിടുത്തെ ജനങ്ങളെ അല്ല എതിർക്കുന്നത്, ആ ഭരണകൂടത്തിന്റെ നയങ്ങളെ. അതുകൊണ്ട് ആ നാട്ടിൽ പോയി ജോലി ചെയ്തുകൂടാ. ഞാനതാ ചോദിച്ചത്, കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ഇവിടുത്തെ ആളുകൾ, അങ്ങനെയുള്ളവരാരും കേന്ദ്ര സർക്കാർ ജോലി സ്വീകരിക്കരുത്. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ആളുകൾ, അവർക്ക് സംസ്ഥാന സർക്കാർ ജോലി സ്വീകരിക്കരുത്. അങ്ങനെയില്ല. അത് അവർ നമ്മുടെ ഒരു പരിമിതമായ കാഴ്ച കൊണ്ട് പറഞ്ഞാണ്. നിങ്ങൾ അവരെ എതിർക്കുന്നതുകൊണ്ട് അവരുടെ ജോലി സ്വീകരിക്കരുത്. അത് ജോലി സ്വീകരിക്കുന്ന ആരുടെ ഔദാര്യമൊന്നുമല്ല. ജോലി സ്വീകരിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞ, അവനവന്റെ ജോലിയൊക്കെ സ്വീകരിക്കാം. ജോലി അവിടെ സ്വീകരിച്ചില്ലോ എന്ന് എനിക്കറിയില്ല, താങ്കൾ പറഞ്ഞ അറിവാണ്, എന്റെ അറിവിലില്ല. താങ്കളൊന്ന് ശ്രദ്ധിച്ചു അല്ല, എനിക്ക് അറിയില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനത് കൺഫേം ചെയ്യാത്തൊരു കാര്യം ഞാൻ പറയുന്നത് എങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ പറയാം. ഞാനും
എത്രമാത്രം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല. എന്നിരുന്നാലും അത് ഏറെക്കുറെ സ്ഥിരീകരിക്കാൻ പറ്റുന്ന സോഴ്സും തന്നെയാണ് അറിഞ്ഞത്. എനിക്കറിയില്ല. ഞാൻ സമയം നീട്ടുന്നില്ല കിരൺ. നോക്കൂ, ഞാൻ പറയുന്നത് ഞാൻ ഹമാസിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ പാലസ്തീൻ അനുകൂലിക്കുന്നു എന്നതുകൊണ്ട് എന്തിനാണ് അത് കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷത്തിനെ ഞാൻ പ്രീണിപ്പിക്കുന്നത് തന്നെയാണത്. ഹമാസ് പാലസ്തീനെ അനുകൂലിക്കുന്നത് ഇന്ത്യയുടെ നിലപാട്, പലസ്തീൻ അനുകൂല നിലപാട്, ഇന്ത്യയും പലസ്തീനും തമ്മിലുള്ള സൗഹൃദമൊക്കെ എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. അത് ഇവിടുത്തെ മുസ്ലിമുമായിട്ട് എന്താണ് ബന്ധം? ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയം പ്രീണനമൊന്നും അല്ല. താങ്കൾ കുറെ കൂടി വിശാലമായി ലോകത്തൊക്കെ സഞ്ചരിക്കുന്ന ആളല്ലേ, കുറെ കൂടി വിശാലമായ കാര്യങ്ങളൊക്കെ. ഞാൻ തർക്കിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് 18% ഇന്ത്യയിൽ മിലിറ്ററിക്ക് വേണ്ടി സൗജന്യ സേവനം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടാറ്റ ഇൻഡസ്ട്രി. ആ ടാറ്റയെ എന്തുകൊണ്ടാണ് സ്റ്റുഡിയോയെ ഇവര് നമ്മൾ ചർച്ച ചെയ്തല്ലോ, അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തല്ലോ. ഇന്ത്യക്ക് വേണ്ടി ആര് സേവനം ചെയ്യാത്തൊന്നും ഒരു വിഷയമൊന്നുമല്ല, അത് വേറെ കാര്യം. ആർക്കെതിരെ ആർക്ക് സമരം ചെയ്യാം, അത്തരം വിഷയങ്ങളുടെ ആ സമരത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ നമ്മൾ തന്നെ ചർച്ച ചെയ്തല്ലോ ഇവിടെ. ഞാൻ പറഞ്ഞു വന്നത് ഓരോരുത്തരും അവനവന്റെ അന്നത്തെ രീതിയിൽ എനിക്ക് തോന്നുന്നു അവരുടെ ഈ ഒരു വയറെന്ന് പറയുമ്പോൾ രാഷ്ട്രീയം അവർക്കൊരു അത് തന്നെയാണ് ശ്രീ പ്രശ്നം. പല രാഷ്ട്രീയ പാർട്ടികളും മതവും ജാതിയും ഒക്കെ പറഞ്ഞ് അധികാരത്തിലേറുമ്പോൾ മറ്റു പലർക്കും തോന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്കും അധികാരത്തിലേറാം, അങ്ങനെയാണ് ശരിയെന്ന് ആളുകൾക്ക് തോന്നും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിനോടും നമ്മുടെ സമൂഹത്തോടും തെറ്റാണ്. അത് തന്നെയാണ്, അത്തരമൊരു ചിന്താഗതി തന്നെയാണ് വേണ്ടത്. വികസനത്തെ കുറിച്ച് നിങ്ങൾ പറയൂ, പിണറായി വിജയൻ ചെയ്യാത്ത കാര്യത്തെ കുറിച്ച് പരാമർശിക്കൂ, അല്ലെങ്കിൽ ചെയ്ത തെറ്റിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ വോട്ട് നേടൂ. അല്ലാതെ അതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ആരായാലും എവിടെയായാലും പറയേണ്ടത് അടിസ്ഥാനപരമായി രാഷ്ട്രീയമാണ്, അല്ലാതെ മതവും ജാതിയും പറഞ്ഞ് വോട്ട് മേടിക്കുക, അല്ലെങ്കിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും അല്ലെങ്കിൽ അതിലെ ജാതി ഉപവിഭാഗങ്ങളെയൊക്കെ തമ്മിൽ തല്ലിച്ചോ അല്ലെങ്കിൽ അവരുടെ പിന്തുണ വാങ്ങിയോ ജയിക്കുകയോ തോക്കുകയോ ചെയ്യുന്നതല്ല ശരിയായ രാഷ്ട്രീയം. ശ്രീ ഇടയം മുരളിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ഇടയം മുരളി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? രാഷ്ട്രീയം പറയേണ്ട സമയത്ത് രാഷ്ട്രീയം പറയാതെ ഇത്തരം മതജാതി വർഗീയ ഗ്രൂപ്പുകളെയും സമ്മർദ്ദ ഗ്രൂപ്പുകളെയും ഒക്കെ അവർക്ക് പിന്നാലെ നടക്കുകയും അവരുടെ പിന്തുണയെ മേന്മയെ കാണുകയും ചെയ്യുന്നത് ശരിയാണോ? നമസ്കാരം സാറേ. നമസ്കാരം. നിലമ്പൂരില് നല്ല വാശിയേറിയ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. പിന്നെ LDF ഗവൺമെന്റിന്റെ അഴിമതിയിൽ തകികെട്ട് അതിൽ നിന്ന് ഇറങ്ങി വന്ന PV അൻവറിന്റെ രാജിയാണ് ഈ തെരഞ്ഞെടുപ്പിന് ആധാരം. ആ രാഷ്ട്രീയ നിലപാടും ആ സാഹചര്യവും ഇപ്പോഴും അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്, നാഷണൽ ജനതാദൾ അവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് വേണ്ടി ആദ്യമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുകയും പാർട്ടി ഓഫീസ് തുറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഞാനിപ്പോ പറയുന്നത് പിന്നെ UDF വിജയത്തിലെത്തും, അൻവർ 2ാം സ്ഥാനത്ത് വരികയും ചെയ്യും, വന്നുകൂടായികയില്ല. അപ്പൊ സാറ് പറയുന്ന ആ സാഹചര്യം പിന്നെ ഈ മത സംഘടനകളെ അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു, രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായിട്ട് അങ്ങനെ പോകുന്നില്ല. അവിടുത്തെ യഥാർത്ഥ രാഷ്ട്രീയം ഇപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോ BDP-യും ഈ പോപ്പുലർ ഫ്രണ്ടും അവിടെ പിന്തുണ നൽകുന്നു, ഓരോ പക്ഷത്തിനും പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയം ഒരുപാട് വ്യത്യസ്തമായി പോകുന്നില്ല. അത് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്ത് നോക്കിയാൽ എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകളിലും ഓരോ പ്രസ്ഥാനങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത് സാധാരണയാണ്. അത് നമ്മൾ ആ ഒരു പ്രസ്താവന കണ്ടുകൊണ്ട് അത് രാഷ്ട്രീയം അങ്ങ് തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവിടെ ജാതിമത സംഘടനകളാണ് വിഷയമായി മാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് അർത്ഥമില്ല. സാർ അത് തെരഞ്ഞെടുപ്പിന്റെ മൊത്തം കാര്യങ്ങളും ഒന്ന് വിശകലനം ചെയ്ത് നോക്കണം. അപ്പോ അവിടെ ശരി, ശ്രീ ഇടയം മുരളിയാണ് സംസാരിച്ചത്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, രാഷ്ട്രീയം പറയേണ്ടടുത്ത്, വികസനം പറയേണ്ടടുത്ത്, അടിസ്ഥാനപരമായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പറയേണ്ട ഒരു സ്ഥലത്ത്, അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും രണ്ട് കൂട്ടർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് താനും, അതിലൊന്നും നമുക്ക് തർക്കമില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളടക്കം എന്തിനാണ് ഈ മതജാതി വർഗീയ ഗ്രൂപ്പുകൾക്ക് പിന്നാലെ അവരുടെ പിന്തുണ കിട്ടിയതിനെ ഒരു വലിയ മേന്മയായിട്ടും അവരുടെ പിന്തുണ കിട്ടാത്തതിനെ മോശമായിട്ടും, അല്ലെങ്കിൽ അത്തരം ഗ്രൂപ്പുകൾക്ക് പുറമെ എന്തിനാണ് നടക്കുന്നത്? നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നിപ്പോ വിളിച്ചത് സാറിന് ഒരു നന്ദി അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എന്ത് പറ്റി? 2 ദിവസം മുമ്പ് എന്റെ ഒരു കമന്റിന് സാർ ഇടപെട്ട് ഒരു തിരുത്തൽ നടത്തി തന്നതിന് എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ഇനി മേലിൽ ഞാനത് ആവർത്തിക്കില്ല. അതിന് കാരണം ഒരു സൈഡാണ് അത്. മറു സൈഡ് വന്നത് എന്നെ എന്റെ കുടുംബത്തിന് അയാൾ വളരെയധികം അധിക്ഷേപിച്ചു. കൂടാതെ ഗോളാന്തരം എന്നൊരു വ്യക്തിയെയും ഇയാൾ ഞങ്ങളെ രണ്ടുപേരെയും സഹകമല്ലാത്ത ആര് കമന്റ് ചെയ്താലും അയാൾ നിക്ഷേപിക്കും. അന്ന് എന്നെ ഒരു കമന്റ് സാറിന് പറഞ്ഞപ്പോൾ ചാമക്കാല പറഞ്ഞപ്പോൾ അയാൾ എന്റെ പേരെടുത്ത് പറഞ്ഞാണ് ആ കമന്റിൽ ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് സാർ അതെങ്ങനെ നിർത്താൻ വേണ്ടി ഞാൻ അയാളുടെ ഫാദറിനെ ഈ പേര് ഉപയോഗിച്ചു. ഇനി മേലിൽ ആരിപ്പം ഏത് പക്ഷക്കാർ ചെയ്താലും
താങ്കൾ ചെയ്താലും താങ്കൾക്കെതിരായി നിൽക്കുന്ന ഗ്രൂപ്പുകാർ ചെയ്താലും ആര് ചെയ്താലും നമ്മൾ മാന്യമായി രാഷ്ട്രീയം പറയാം, നമുക്ക് അതിനെ വിയോജിക്കാം, അതിനോട് യോജിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ അച്ഛനും അമ്മയും എന്ത് പിഴച്ചു, നമ്മളെ ഏതെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അച്ഛനും അമ്മയും പറയുന്നതോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന മറ്റാരെങ്കിലും ഒക്കെ പറയുന്നത് അതൊരു ശരിയായ രീതിയല്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. നമുക്ക് മാന്യമായി രാഷ്ട്രീയം തർക്കിക്കാം, വിയോജിക്കാം ഒക്കെ ചെയ്യാം, അത് നല്ലതല്ലേ? അത് നല്ലതാണ് സാർ. തെറ്റിയത് എനിക്ക് അത് എങ്ങനെയും നിൽക്കണം, എനിക്കാണ് അത് ഗുണം കിട്ടിയത്. ഇതിന് മുമ്പ് എന്നെ ആവർത്തിച്ചതിന് മറുപടിയാണ് ഞാൻ ചെയ്തത്. പോട്ടെ സാർ, അത് പോട്ടെ. പിന്നെ ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സർക്കാർ അവരുടെ വികസനം പറയുക, പ്രതിപക്ഷം അതിലുള്ള അഴിമതിയോ വികസന കേടോ പറയുക, ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. അത് പറയാൻ കളയില്ല. അത് തന്നെയാണ് വേണ്ടത്. ജയകുമാറിൻ്റെ അഭിപ്രായം വളരെ പ്രധാനമാണ്. സർക്കാരിന് പറയാൻ നേട്ടങ്ങളുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് പറയാൻ സർക്കാരിൻ്റെ വീഴ്ചകളുമുണ്ട്. ഇത് രണ്ടും ചർച്ച ചെയ്ത് ജനം തീരുമാനിക്കണം ഇതിൽ ഏതാണ് കൂടുതൽ മെച്ചം എന്നുള്ള കാര്യം. അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ നിൽക്കേണ്ടത്, അല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കല്ല. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ അവിടെ ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളല്ലേ, അല്ലാതെ ഈ മത ഗ്രൂപ്പുകളോ ജാതി ഗ്രൂപ്പുകളോ ഒക്കെ അവരാരെ പിന്തുണയ്ക്കുന്നു ആരെ പിന്തുണച്ചില്ല എന്നുള്ളതാണോ? തീർച്ചയായും. നമസ്കാരം സാറേ. ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി തന്നെയാ പറഞ്ഞത്. ജനങ്ങൾക്ക് വേണ്ടി എന്ത് നല്ല കാര്യം ചെയ്യുന്നോ അതാണ് ഈ തവണത്തെ നിലമ്പൂരിന്റെ ഏറ്റവും വലിയ വിജയം. അത് ഇവര് രണ്ടു കൂട്ടരും ജയിക്കുമോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിയുന്നുകൂടാ. എങ്കിൽ പോലും അൻവറിനും സാധ്യത കൂടുതലുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ നിസാറാണ് കൊല്ലത്ത് നിന്നും. ശ്രീ നിസാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ വിഷയം ഇത്തരം ഒരു രാഷ്ട്രീയ ചർച്ചകൾ നടക്കേണ്ട സമയത്ത് അതിൽ നിന്ന് ഫോക്കസ് മാറിപ്പോകുന്നുണ്ടോ? മാറിപ്പോകുന്നുണ്ട് സാറേ. ജാതി വോട്ടിന്റെ പേരിലും ഒന്നുമല്ല വോട്ട് പിടിക്കേണ്ടത്. ഇന്ന് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ വിതുമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പിണറായി സർക്കാരിനെതിരെ ഒരു ഭരണ മാറ്റത്തിന് വേണ്ടി. അതിലുള്ള വികസനം എന്തുവാണെന്നോ വികസന ഇല്ലായ്മ എന്തുവാണെന്നാണ് ചർച്ച ചെയ്യേണ്ടത്. അതനുസരിച്ച് ജനങ്ങളോട് സംസാരിക്കുകയാണ് വേണ്ടത്. ഇന്ന് നിലമ്പൂരിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വന്യവേട്ട. അത് കഴിഞ്ഞ് മെനഞ്ഞാന്നാണ് ഒരു കുഞ്ഞ് കെണി വെച്ചതിനകത്ത് വീണ് അവൻ മരണപ്പെട്ടത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് ഈ നാടിന് വേണ്ടുന്ന നല്ല പ്രവൃത്തി എന്തുവാണെന്ന് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ആലോചിച്ച് വേണം ഈ ഇലക്ഷനെ നേരിടാൻ. ഇന്ന് ജനങ്ങൾ കേരളത്തില് പട്ടിണിയുടെ പരിവട്ടത്തെ ജീവിക്കാൻ നിവർത്തിയില്ല. സാധാരണക്കാരൻ ജീവിക്കുന്നതിന്റെ കഥകൾ പുറത്ത് പറയാതിരിക്കുന്നതാ നല്ലത്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി നോക്കേണ്ടതുണ്ട്. കാറ്റ്കിറ്റ് പറയുന്നു, ഹെയ് കിരൺ എന്ന് പറയുന്നത്, SK ജോസ് കമ്മി മറ്റെന്തോ കൂടി ഒക്കെ പറയുന്നുണ്ട്. ശ്രീ വൈശാഖ് ഷാജി പറയുന്നു, RSS ഉള്ളി സബ്കാ സാത്ത് സബ്കാ വികാസ്. അത് ഇതുമായിട്ട് എന്താ ബന്ധം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ചിലപ്പോൾ ഇനി കളിയാക്കിയതാണോ എന്നും തോന്നുന്നു എനിക്ക് അവരെ. ശ്രീ ദിലീപ് കുമാർ പറയുന്നു, ചാനലുകളല്ലേ ഈ ചർച്ചകൾ നടക്കുന്നത്, നിങ്ങളത് കൊടുക്കാതിരുന്നാൽ മതി. ശ്രീ ദിലീപ് കുമാർ, ഈ ചാനലുകൾ ചർച്ചകൾ നടക്കുന്നതെന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ചാനലുകൾക്ക് അത്തരം ചർച്ചകളൊക്കെ നൽകേണ്ടി വരും, അവരുടെ പ്രതികരണങ്ങളൊക്കെ നൽകേണ്ടി വരും, അത്തരം ചർച്ചകളിലേക്കും പോകേണ്ടി വരും. അത് യാഥാർത്ഥ്യം തന്നെയാണ്. വേണമെങ്കിൽ കുറച്ച് നിയന്ത്രണമൊക്കെ താങ്കൾ പറയുന്നത് പോലെ ആകാം എന്നതും കൂടിയാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഇത് തിരുത്തേണ്ട, ചർച്ചകളൊക്കെ നിയന്ത്രിക്കുന്നത് ചാനലുകളല്ല, യഥാർത്ഥത്തിൽ ചർച്ചകളെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളാണ്. അവരാണ് തീരുമാനിക്കുന്നത്. അവർ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറുകയാണ് വേണ്ടത്. ശ്രീ ഗോളാന്തര യാത്ര പറയുന്നു, ജയൻ ചേട്ടൻ പറഞ്ഞ സത്യമാണ്. ഒരു ദിവസം അളിയ എന്ന് വിളിച്ചതിനാണ് എന്നെ തെറി വിളിച്ചത്. ജയകുമാർ ചേട്ടൻ ആരെയും അങ്ങോട്ട് തെറി പറയാറില്ല എന്നൊക്കെ പറയുന്നത്. ജയകുമാർ ഷാജി ഭാസ്കരൻ ജയകുമാറിന് ഒരു കൈയൊക്കെ നൽകിയിരിക്കുന്നു. എന്തായാലും അത്തരം ചർച്ചകളൊക്കെ ക്രിയാത്മകമായ ചർച്ചകൾ നടന്നോട്ടെ, അത് എന്തുകൊണ്ട് നല്ലതാണ്. രാഷ്ട്രീയമായി നിശ്ചിതമായ വിമർശനങ്ങൾ, അതിന് ഏറ്റവും മൂർച്ചയുള്ള വിമർശനങ്ങൾ തന്നെ ആവാം. രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആശയങ്ങളും ഒക്കെ തമ്മിൽ അതൊക്കെ ഉണ്ടാവണം. അല്ലാതെ എല്ലാം പറയുന്നതെല്ലാം ശരിയെന്ന് പറഞ്ഞ് മിണ്ടാതെ പോവുകയല്ല വേണ്ടത്. എതിർക്കേണ്ട കാര്യത്തെ അതിശക്തമായി തന്നെ എതിർക്കണം. അതിന് യാതൊരു ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എതിർക്കുമ്പോൾ മാന്യമായി എതിർക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അവിടെയാണ് ആ എതിർപ്പിൻ്റെ മഹത്വം. ഒരാൾക്കെതിരെ അപവാദം പറയുക, ഒരാൾക്കെതിരെ തെറി പറയുക, അവരുടെ വീട്ടിൽ ഇരിക്കുന്ന ആളുകളെ പറയുക, അല്ലെങ്കിൽ അവരെ വികലമായി അവരുടെ പേരൊക്കെ ഉച്ചരിക്കുക, അതല്ല ശരിയായ രീതി. ഇപ്പോൾ ശരിയായ പൊളിറ്റിക്സ് പറയുക. ശ്രീ വിജയകുമാറാണ് കൊല്ലത്ത് നിന്നും, ക്ഷമിക്കണം, ശ്രീ രാജുക്കുട്ടിയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജുക്കുട്ടി, നമസ്കാരം. താങ്കൾ പറഞ്ഞു. ഒത്തിരി ദിവസമായി. അതെ രാജുക്കുട്ടിയെ കുറച്ച് ദിവസമായി താങ്കളെ വിളിച്ചിട്ട്. പറഞ്ഞോളൂ. അല്ല, നിലമ്പൂർ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് നമുക്ക് അടിച്ചേൽപ്പിച്ചിട്ട ഒരു ഇലക്ഷനാണ്. പിന്നെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്. അല്ല, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്. മതമില്ലാത്ത ആരുമില്ല. ഇല്ലാത്ത ചില മനുഷ്യരൊക്കെ ഉണ്ട്. അത് പോട്ടെ, എന്നാലും പറയും. അതെ. പിന്നെ ഇപ്പം തന്നെ ആണെങ്കിൽ ജമാഅത്തിയുടെ കാര്യം പറഞ്ഞാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഞാനൊരു കത്തോലിക്കനാ. പക്ഷെ അവരത് പറയേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ളവൻ അവിടെ വോട്ട് ചെയ്യട്ടെ. അതല്ലാതാണെങ്കിൽ ഓരോരുത്തരെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് പക്ഷം പിടിക്കുന്നതായും. സാർ ആരെയും എനിക്ക് പക്ഷം പിടിക്കുന്നില്ലല്ലോ.
ഞാൻ എത്രയോ നാളുകൊണ്ട് സാറിനെ കാണുന്നതാ. മനു സാറിനെ ആയാലും കിരൺ സാറിനെ ആയാലും അത്ര ഇതായിട്ട് നമ്മൾ കാണുന്നതാ. ഞങ്ങളുടെ പൈസകളൊക്കെ ഒരുപാട് തരാനുണ്ട്. അതായത് ഞങ്ങളുടെ DA തന്നെ ആണെങ്കിൽ സുപ്രീം കോടതി വരെ പറഞ്ഞു കൊടുക്കാൻ, എന്നിട്ട് ഞങ്ങൾക്ക് തരുന്നില്ല. ഇതൊക്കെ പ്രതിഫലിക്കും. അത് കഴിഞ്ഞ് ആശാ വർക്കർമാർക്ക് ഒരു 100 രൂപ വെച്ച് കൊടുക്കാൻ, അതുപോലും കൊടുക്കുന്നില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇലക്ഷനെ പ്രതിഫലിപ്പിക്കും എന്നുള്ളത് 100% കറക്റ്റാണ്. അല്ലാതെ ഇവിടെ കൊടിയുടെ നിറങ്ങണ്ടൊന്നും അല്ല ജനം ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതേ രീതിയിലുള്ള ശരി, ശ്രീ രാജകുട്ടി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവിടെ രാഷ്ട്രീയമായി എന്ത് ചെയ്തു, അത് ഈ സർക്കാർ ഉണ്ടെങ്കിൽ സർക്കാർ എന്ത് സഹായം ചെയ്തു, പ്രതിപക്ഷത്തിനാണെങ്കിൽ എന്ത് ചെയ്തില്ല, ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടതും വിശകലനം ചെയ്യേണ്ടതും ഒക്കെ. അത്തരം കാര്യങ്ങളാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത്. അല്ലെങ്കിൽ വികസനം ആ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ പൊതുവായി എന്ത് വികസനം നടന്നില്ല, രണ്ടു കൂട്ടർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിന് പകരം ഈ വർഗീയ കക്ഷികളെയൊക്കെ അവരെയൊക്കെ പിടിച്ച് ആളാക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ പ്രധാന നേതാക്കൾ എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് കഷ്ടം എന്നുകൂടി ചിലപ്പോൾ പറയേണ്ടി വരുന്ന അവസ്ഥയിലൊക്കെയാണ് ഇവരുടെയൊക്കെ പോക്ക് പലപ്പോഴും. ശ്രീ വിജയകുമാറാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ വിജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ യഥാർത്ഥ വിഷയങ്ങൾ പറയാതെ അതൊക്കെ ഇങ്ങനെ പേരിന് പറഞ്ഞ് അതിനപ്പുറത്തേക്ക് ഇത്തരം ആളുകളുടെ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പിറകെ ഈ നേതാക്കളൊക്കെ നടക്കുന്നതിനെ കാണുന്നത്? ശ്രീ വിജയകുമാർ പറയാം. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു തെരഞ്ഞെടുപ്പായാൽ അവിടെ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് ഏത് വിഷയമാണ്? നമസ്കാരം സാറേ. ജനകീയ വിഷയങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. നിലമ്പൂരിലെ ജനകീയ വിഷയങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. പിന്നെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് അവിടെ രാഷ്ട്രീയ പാർട്ടികളാണല്ലോ മത്സരിക്കുന്നത്. അപ്പൊ രാഷ്ട്രീയം അവിടെ സംസാരിക്കും. അതിന്റെ ഭാഗമായിട്ട് ഈ മതത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാരൊക്കെ രാഷ്ട്രീയത്തിൽ വന്നിട്ട് അവര് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് പറയാനുള്ളത്, ഇവരൊക്കെ വന്നിട്ട് ഞാൻ ഇന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടാണോ എന്ന് പറയണമെന്നുള്ള എനിക്ക് തോന്നണം. പിന്നെ ചർച്ച ചെയ്യേണ്ടത് ഈ സ്ഥാനാർത്ഥിയുടെ നിലപാടുകൾ സ്ഥാനാർത്ഥിയെ പറ്റി അവിടെ ചർച്ച വേണം. അതും ചർച്ച ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളും ഗവൺമെന്റിനെതിരെയുള്ള വികസന പ്രവർത്തനങ്ങളും ഇതൊക്കെ ചർച്ച ചെയ്യണം. ഈ മതപാർട്ടികൾ, ഈ മതത്തിന്റെ നേതാക്കന്മാർ വന്നിട്ട് ഒരിക്കലും പറയാൻ പാടില്ല. അവർ എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് എപ്പോഴും കാണാം ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ വരും ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഓരോ ഞങ്ങൾ ഇന്ന പാർട്ടിനെ അനുകരിക്കണം അല്ലെങ്കിൽ മറ്റേ ആളെ അനുകരിക്കണം. ഇത് എന്തിനാണ് ഇങ്ങനെ ഈ മതത്തിന്റെ അധ്യക്ഷന്മാരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിമർശിക്കാൻ പാടില്ല. എന്നാൽ നേരെ തിരിച്ചാവാം. അവർക്ക് ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ട് എന്ത് വേണമെങ്കിലും പറയാം. ഈ മതമേലാധ്യക്ഷന്മാർക്ക് എന്ത് വേണമെങ്കിലും പറയാനായിട്ടുള്ള ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. വളരെ ശരിയാണ് ശ്രീ സുരേന്ദ്രൻ പറയുന്നത്. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഈ മത നേതാക്കളൊക്കെ അതിനിശ്ചിതമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ആരാധനാലയങ്ങളെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ അതിനിശ്ചിതമായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്നും ആർക്കും യാതൊരു പ്രയാസമില്ലായിരുന്നു. ഇപ്പോൾ ഈ മത നേതാക്കളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിന് ഏത് മതമായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതി നേതാക്കളെയോ അല്ലെങ്കിൽ അത്തരം ആളുകളൊക്കെ വിമർശിച്ചാൽ അവരെന്തോ ഒരു വിമർശനാതീതരായ മനുഷ്യരാണ് എന്നുള്ള മട്ടിലാണ് പലരുടെയും പെരുമാറ്റം തന്നെ ഇപ്പോൾ പുതിയ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ വിജയകുമാറാണ് വർക്കലയിൽ നിന്നും. ശ്രീ വിജയകുമാർ, താങ്കൾ പറയൂ. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. നിലമ്പൂരത്തെ രാഷ്ട്രീയം ആണല്ലോ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പൊതുവേദിയിൽ. അതെ. അപ്പൊ ഇതിലെ എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ആ നിയോജക മണ്ഡലത്തിന്റെ പൊതുസ്ഥിതിയും രാഷ്ട്രീയ സ്ഥിതി, അതുപോലെ തന്നെ സാമൂഹ്യ പശ്ചാത്തലം, നാട്ടിന്റെ നിലവിലുള്ള അവസ്ഥയിൽ ഒരു ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്നിവയാണ് പ്രത്യേകിച്ചും ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ പൊതുസ്ഥിതിയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്ന കാര്യം എന്ന് പറയുന്നത്, താങ്കളും നേരത്തെ പല ചർച്ചയിൽ പങ്കെടുത്ത ആളുകളും പറഞ്ഞതുപോലെ ഒരു കഴമ്പും ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഈ മതവും മത അടയാളങ്ങളും മതചിഹ്നങ്ങളും അത്തരത്തിലുള്ള സാരോപദേശങ്ങളുമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തികച്ചും അപലപനീയമാണ്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ വിധേയമായിക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റുകൾ. ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം തന്നെ എന്താണ്? പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ യഥാർത്ഥത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സാഹചര്യമാണ്. യാതൊരു വിഷയങ്ങളും ഇല്ലാതിരിക്കെ പക്ക അല്ലെങ്കിൽ ബോധപൂർവമായിട്ടുള്ള വിഷയം ഉണ്ടാക്കി തീർത്ത് ഞാൻ എന്തോ ഒരു പ്രത്യേകിച്ച് ഒരു അവസ്ഥയിലായിപ്പോയി നിലവിലുള്ള ഭരണകൂടത്താൽ എന്ന ഒരു വ്യാജ പരിവേഷം സൃഷ്ടിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള അദ്ദേഹം, നേരത്തെ MLA ആയിരുന്ന സ്ഥാനാർത്ഥി ഇപ്പോൾ വീണ്ടും മത്സരകളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അത് തന്നെ ജനങ്ങളുടെ
യുക്തിയെയും അതുപോലെ തന്നെ ഔചിത്യ ബോധത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി. പിന്നെ ഈ മലപ്പുറം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇപ്പൊ മലപ്പുറം ജില്ലയെ കുറിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, മലപ്പുറം ജില്ല എന്ന് പറയുന്നത് നമ്മുടെ 14 ജില്ലകളിൽ ഒരു ജില്ല മാത്രമാണ് മലപ്പുറം. ആ മലപ്പുറത്തെ ഏതെങ്കിലും അരുതായ്മകളോ അല്ലെങ്കിൽ ഉള്ള കാര്യം പറയുമ്പോൾ അതിനെ പ്രശംസിക്കുകയോ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എതിർക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിന് ഏതോ തരത്തില് അവിടുത്തെ ജനങ്ങളെയും അവരുടെ സ്വകാര്യ ചിന്തകളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളുമായ പലതിനെയും ഹനിക്കുന്നു എന്ന് പറഞ്ഞു പരത്തുന്നതെന്ന് പറയുന്നത് ഒരു നികൃഷ്ടമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി. ശരി, ശ്രീ വിജയകുമാർ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു തെരഞ്ഞെടുപ്പായാൽ ഇതുപോലെയുള്ള ചർച്ചയാണോ അവിടെ നടക്കേണ്ടത്? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകളും വളരെ പ്രബുദ്ധരാണ്. ഈ ഇന്നത്തെ കാലത്ത് മുമ്പത്തെ പോലെയല്ല. ഇന്ന് പത്രങ്ങൾ എല്ലാവരും കുറെ പേരൊക്കെ വായിക്കുന്നു, TV കാണുന്നു, വിവരങ്ങൾ അറിയുന്നു. വിവരങ്ങൾ അറിയാനുള്ള സാധ്യതകളൊക്കെ മുമ്പത്തെക്കാളും വളരെ കൂടുതലാണ്. ഇവരൊക്കെ പാർട്ടികളായാലും വ്യക്തികളായാലും എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നില്ല, ഏകദേശം ആളുകൾ അറിയുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഇത്രയധികം വാൾ പോസ്റ്റുകളോ മൈക്ക് പ്രചരണങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ആൾക്കാർ കുറെ ഏതെങ്കിലും പാർട്ടികളിലൊക്കെ പിന്നിൽ അണിനിരന്നിട്ടുള്ളവരാണ് നല്ലൊരു ശതമാനം. പിന്നെ കുറച്ച് പേര് മാത്രമേ എങ്ങും തൊടാതെ നിൽക്കുന്നവരുള്ളൂ. അവരെ ആകർഷിക്കാനായിട്ട് ഈ തല്ലും ബഹളം കൂടി കഴിഞ്ഞ് ഈ വിട്ട് കാര്യമില്ലാന്നാണ് എന്റെ പക്ഷം. ഇപ്പൊ പല ഈ ജമാഅത്തായ PDP ആയ മറ്റേതെങ്കിലും പാർട്ടികളായ അവര് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയല്ലേ, അവർക്ക് വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യാൻ വരുമ്പോൾ നീ PDP അല്ലെങ്കിൽ നീ RSS ആണ്, നീ അവിടെ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യില്ലല്ലോ. അവര് വോട്ട് ചെയ്യുമ്പോൾ അവര് വോട്ട് ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് നിയന്ത്രിക്കാനോ തടസ്സപ്പെടുത്താനോ നമുക്ക് സംവിധാനമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കിടന്ന് ഈ അലങ്കോലപ്പെട്ട് ഇത് കലുഷിതമാക്കി സാമൂഹിക പശ്ചാത്തലം എന്താ പറയാ കലുഷിതമാക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്ന് ഒതുങ്ങുന്നതാണ് നല്ലത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മുടെ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ വിജയനിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി നോക്കേണ്ടതുണ്ട്. അതിനകത്ത് യൂട്യൂബ് കമൻറ്റിൽ എല്ലാ പാർട്ടികളും വർഗീയത പറയുന്നുണ്ട് എന്ന് ജലീഷ് ജോൺ പറയുന്നു. ശരിയാണ്. ഏറെയും കുറഞ്ഞുമൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ വർഗീയതയെ അല്ലെങ്കിൽ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുകയും അവരുടെയൊക്കെ വോട്ടിന് വേണ്ടി വർഗീയത പറയുകയും ഒക്കെ ചെയ്യുന്നവരാണ് എന്നതിൽ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് പൂർണ്ണമായും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ആരും പൂർണ്ണമായും അക്കാര്യത്തിൽ അങ്ങനെ പറയില്ല അല്ലെങ്കിൽ നിലപാടില്ല എന്നൊന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥ കൂടിയുണ്ട്. നിലമ്പൂർ ക്രിസ്ത്യാനികൾ മണിപ്പൂർ മറക്കേണ്ട, കേരളത്തിൽ RSS തലകുത്തി മറിഞ്ഞാലും ക്രിസ്ത്യൻ വോട്ട് കിട്ടില്ല എന്നൊക്കെ പറയുന്നു. AMJ ആണ് പറയുന്നത്. ജയകുമാർ ഗോളാന്തരം, നമസ്കാരം. ഇന്നലെ കിരൺ സാറെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാണ് ഇന്ന് വിളിച്ച് പറഞ്ഞത് എന്ന് പറയുന്നു. നിലമ്പൂർ അത് AMJ മോശപ്പെട്ട രീതിയിലൊക്കെയാണ് ആളുകളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതുന്നത് ശരിയല്ല. ശ്രീ ആരാലും AMJയുടെ പിന്നിലിരിക്കുന്ന ആൾ മാന്യമായ വിമർശനം നമ്മൾ പലതവണ പറഞ്ഞു. നിങ്ങൾക്ക് മാന്യമായ വിമർശനം ഏത് പാർട്ടിക്കെതിരെ ഉന്നയിക്കാം, പക്ഷേ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ളതാണ്. അത് ഒരു ശരിയായ നിലപാടല്ല. ആരെ ജയിപ്പിക്കണമെന്ന് അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്നിരുന്നാലും വികസനത്തിന് വേണ്ടി നിൽക്കുന്ന ഇടതുപക്ഷത്തെ ജയിപ്പിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. രഘുനന്ദനൻ തിരുവില്ലാമൂരാണ് അത് പറയുന്നത്. എൻ്റെ 3 കുട്ടികളും കല്യാണം കഴിച്ചത് മതവും ജാതിയും നോക്കാതെയാണെന്ന് ഗോളാന്തര യാത്ര പറയുന്നത്. എന്തായാലും ഗോളാന്തര യാത്ര അങ്ങനെയാണ് താങ്കളുടെ കുട്ടികൾ വിവാഹം കഴിച്ചെങ്കിൽ എന്തുകൊണ്ടും അവർക്ക് വലിയ ഒരു അഭിവാദ്യങ്ങൾ. മതവും ജാതിക്കും അപ്പുറത്തേക്ക് ആളുകൾ മനുഷ്യരായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു നല്ല കാലത്തേക്ക് എല്ലാവരും ലോകത്തിന് നീങ്ങാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. ഹേ കിരൺ, നമസ്കാരമെന്ന് അരുന്ധതി കോലപ്പറമ്പത്ത് പറയുന്നു. ജയകുമാർ മണിമല പാർട്ടി ചായവിൽ പ്രശ്നം പറയാൻ നോക്കി സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഓരോരുത്തർക്കും അവരുടെ പാർട്ടി ചായയുണ്ട്. അദ്ദേഹം കൃത്യമായി തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം പിന്തുടരുന്ന ആളാണ്. അതിനുവേണ്ടി ശക്തമായി വാദിക്കുന്ന ആളാണ്. അവർക്ക് അവരുടെ അഭിപ്രായം പറയാം. മറ്റു പാർട്ടികൾ പെടുന്നവരും ഒക്കെ എല്ലാ പാർട്ടികൾ പെടുന്നവരും നമ്മുടെ പൊതുവേദിയിൽ വിളിക്കാറുണ്ട്. അവരൊക്കെ അവരുടെ രാഷ്ട്രീയം പറയും. അതിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയും. ചിലരാണെങ്കിൽ പറയും ഞങ്ങളുടെ രാഷ്ട്രീയം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. അങ്ങനെയല്ല എന്ന് കരുതണം. പ്രബുദ്ധരായ ഹിന്ദുക്കൾ PTP മുന്നണിയെയും വെൽഫെയർ മുന്നണിയെയും പിന്തുണയ്ക്കുമെന്നൊക്കെ പറയുന്നു. ഗ്ലാഡിയേറ്റർക്കും ഈ പറയുന്നത് പോലെ ഈ കുറച്ചുകൂടി മാന്യമായ രീതിയിലേക്ക് അഭിപ്രായങ്ങൾ പറയാൻ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് വീണ്ടും പ്രേക്ഷകരിലേക്ക് നടക്കാൻ ശ്രീ വിജയനാണ് കൊല്ലത്ത്. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഈ മതജാതി സംഘടനകളൊക്കെ എന്തോ അവർക്ക് വലിയ വോട്ട് കൊണ്ട് കൊടുക്കും, അവരെ ജയിപ്പിക്കും എന്നുള്ള മട്ടിൽ പ്രവർത്തിക്കുന്നത് ശരിയാണോ? പറഞ്ഞോളൂ. ഇതിനകത്ത് ഇപ്പൊ കൃത്യമായിട്ട് രാഷ്ട്രീയവും
വികസനവും മാത്രം പറഞ്ഞു പോകുന്ന ഒരു പാർട്ടി BJP അവിടെ. ആരാണ്? രാഷ്ട്രീയവും വികസനവും മാത്രം പറഞ്ഞു പോകുന്ന ഒരു പാർട്ടി BJP. ഈ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ഈ മതരാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും ആ മതരാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയം പച്ചയ്ക്ക് അതിനെ തന്നെ ഉപയോഗിച്ച് ജയിക്കുകയും ഒക്കെ ചെയ്ത ഒരു പാർട്ടി അവരാണ് ഇത് മാത്രം പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതിന് കടന്ന കൈയായി പോയില്ലേ? 3-4 സ്ഥാനാർത്ഥിമാർ നിൽക്കുന്ന കൂട്ടത്തിൽ എവിടെയാ സാറേ BJP വർഗീയതയും ഇതും? ഞങ്ങളുടെ മുദ്രാവാക്യം നേരത്തെ ഒരു കക്ഷി പറഞ്ഞില്ലേ, സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. അതൊക്കെ അങ്ങനെ പറയാൻ എല്ലാ പാർട്ടികൾക്കും അത്ര മുദ്രാവാക്യമുണ്ട്. എന്തായാലും BJP അങ്ങനെ വർഗീയമായ ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തൽക്കാലം താങ്കൾക്കടക്കം കഴിയില്ല ആത്മാർത്ഥമായി. മോദിജി തന്നെ വരുന്നവരുടെ ആദ്യം പറയുന്ന വാക്കുകൾ ഇതല്ലേ സാറേ? അല്ല അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അതിനൊക്കെ ഇവരെ CPM പറയുന്നതും കോൺഗ്രസ് പറയുന്നതും എല്ലാം വികസന കാര്യങ്ങളും അഴിമതി കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. പക്ഷെ അവരതിനപ്പുറം ഈ അവിടെയും അവർ മറ്റു ചില വർഗീയ ശക്തികളുമായി അല്ലെങ്കിൽ ജാതിമത ശക്തികളുമായിട്ടൊക്കെ ധാരണയ്ക്കോ കൂട്ടുകെട്ടിനൊക്കെ പോകുമ്പോൾ അതിനെ വിമർശിക്കുന്ന പോലെ തന്നെ BJP അത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി കടന്ന കൈയായി പോകും. ശ്രീ വിജയൻ, ഇവരൊക്കെ ചിലപ്പോൾ മാതൃകയാക്കിയത് പോലും BJP ആയിരിക്കും. കേട്ടില്ല. ശ്രീ വിജയന്റെ റേഞ്ചിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇത് കിട്ടുന്നില്ല. എന്തായാലും അത്ര കടത്തി പറയുമ്പോൾ കുറെ കൂടെ നിഷ്പക്ഷമായിട്ടൊക്കെ പറയാം. ശ്രീ രാജേഷാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ രാജേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ പറയേണ്ട വിഷയങ്ങൾ മുഖ്യമായി പറയാതെ അത് മറച്ചുവെച്ച് മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രാധാന്യം നൽകുന്ന ഈ രീതിയെ കാണുന്നത്? സത്യത്തില് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം ഒരാഴ്ചത്തോളം കാലം അൻവർ വിഷയമായിരുന്നു മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത് പോന്നിരുന്നത്. പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് അപ്പോൾ ഒരു കുട്ടി അധികാരമായി മരണപ്പെട്ടു, അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായി. ഇപ്പൊ മതരാഷ്ട്രീയത്തിനെ പറ്റിയുള്ള ചർച്ചകൾ. സത്യത്തിൽ ഇപ്പൊ സർക്കാരിന്റെ ഭരണപരാജയങ്ങളോ അല്ലെങ്കിൽ ഭരണ നേട്ടങ്ങളോ ഒന്നും ഇവിടെ സത്യത്തിൽ മാധ്യമങ്ങളടക്കം അത് അതിന് തയ്യാറാവണില്ല. നിലമ്പൂർ ഭാഗത്ത് ഇനിയിപ്പോ എങ്ങനെയാണ് ചർച്ചകൾ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുപോകണം നമുക്കറിയാം. കാരണം നമ്മൾ നിലമ്പൂർ പോണില്ല. നമ്മളിപ്പോ മാധ്യമങ്ങളോടെ കേട്ടിട്ടുള്ള അറിവും കാര്യങ്ങളും വെച്ചിട്ട് മാധ്യമങ്ങളടക്കം കൂടുതലും ഇങ്ങനെയുള്ള ചർച്ചകളിലാണ് കൂടുതലും നമ്മൾ അറിയണത്. അപ്പോ അത് ശരിയായിട്ടുള്ളതല്ല. എന്തായാലും നിലവിലിപ്പോ ഭരണ പരാജയങ്ങളും അവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചർച്ചകളൊക്കെ നടത്തി ജനങ്ങളെ ഇതാക്കുക എന്നുള്ള ഒരു ഇതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ രാജേഷ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് രാഷ്ട്രീയം പറയേണ്ട സമയത്ത് അത് പറയാതെ ഈ മതജാതി ഗ്രൂപ്പുകളുടെയൊക്കെ പിന്നാലെ അവരുടെ കണക്കെടുപ്പുമായി നടക്കുന്ന രീതി, അത് ശരിയാണോ? ശരിയില്ല. ഞാൻ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ ഇഷ്ടപ്പെടില്ല. ഞാൻ പറയുന്നത് ഈ ഷാഫി പറമ്പിലും AM ഷംസീറും KA റഹീമും ഒക്കെ ഉള്ളിൽ കയറിയിട്ട് ചെരുപ്പ് അയച്ചു കഴിഞ്ഞാൽ ഇവരുടെ കമ്മിയാ, അതിന് വേറെ മാറ്റമൊന്നുമില്ല. പറയുന്നത് തെറ്റായി തോന്നണ്ട. മനസ്സിലായില്ല. ഈ ഷാഫി പറമ്പിലും റഹീമും ഷംസീറും ഒക്കെ പള്ളിയിനുള്ളിൽ കയറിയിട്ട് ചെരുപ്പ് അയച്ചു കഴിഞ്ഞാല് അവർക്ക് രാഷ്ട്രീയമില്ല. അത് മതം പറയുന്ന പോലെ നീ എല്ലാവരും പുറത്തു വന്നവർ പറയില്ല. അത് എല്ലാം ഒറ്റക്കെട്ടായിട്ട് ഈ മുസ്ലിം മതത്തിന് ഞാൻ പറയുമ്പോൾ പറയും അപ്പോ സംഖ്യയായി പോയി മറ്റേ പറയും. പക്ഷേ ഈ മുസ്ലിം മതത്തിനിടയിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവരെ ഒറ്റക്കെട്ടാണ്. അപ്പോൾ ഇവർ പുറത്തു വന്നാലും മറ്റേ വളരെ രാഷ്ട്രീയം പറയും. ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നാളെ ഈ സ്വരാജ് ജയിക്കോ മറ്റേ സൗക്കത്ത് ജയിക്കോ എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇയാൾക്ക് ഈ ഷംസീർ എന്ന് പറയാ, സ്വരാജ് എന്ന് പറയാ, മറ്റേ ഈ റഹീം എന്ന് പറയാ, ഈ ഷാഫി പറഞ്ഞു പറയാം. ഈ മതത്തിന്റെ ചട്ടക്കൂട് അങ്ങനെയാണ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ വർഗീയവാദി. ഞാൻ 100% കറക്റ്റ് മതക്കാരനാണ്. പക്ഷെ ഇവരെ ഈ അവസ്ഥ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഭയങ്കരമായ ഒരു സാധ്യത. താങ്കൾ സാധാരണ ഇതിൽ ഇങ്ങനെ പറയാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ അത് പറയട്ടെ എന്ന് കരുതി നിന്നത്. ഈ മുസ്ലിമിനെ ഇടയിലായാലും ഈ പറയുന്ന 3 നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരാരും മതപരമായി ചിന്തിക്കുകയോ അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ കാണുകയോ ഒന്നും ചെയ്യുന്ന നേതാക്കളല്ല. ഷാഫി പറമ്പിലായാലും AM ഷംസീർ ആയാലും KA റഹീം ആയാലും ഇവരൊക്കെ മതേതര കാഴ്ചപ്പാട്, തികഞ്ഞ മതേതര കാഴ്ചപ്പാട് പുലർത്തുന്നവരും എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും നേതാക്കളായി നിൽക്കുന്ന ആളുകളൊക്കെയാണ്. ആ വ്യക്തിപരമായി 3 പേരെ പറഞ്ഞതിന് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. ആ 3 പേരും അങ്ങനെ നിൽക്കുന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ 3 ചെറുപ്പക്കാരായ നേതാക്കളാണ്. മതേതര കാഴ്ചപ്പാട്
കാഴ്ചപ്പാട് എപ്പോഴും ഉയർത്തിപ്പിടിക്കുകയും അതിനുവേണ്ടി നിരന്തരം സ്വന്തം പാർട്ടിയിലും പുറത്തുമൊക്കെ പോരാടുകയും ചെയ്യുന്ന നേതാക്കളാണ്. അവരെക്കുറിച്ചൊക്കെ അവരൊരു പ്രത്യേക മതവിഭാഗത്തിലായി പോയി എന്ന് കരുതി അങ്ങനെയാണെങ്കിൽ മറ്റു മതവിഭാഗത്തിൽപ്പെടുന്ന നേതാക്കളും ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെടുന്ന നേതാക്കളും ഹിന്ദു മതവിഭാഗത്തിൽപ്പെടുന്ന നേതാക്കളും ഒക്കെ ഇതുപോലെ ചിന്തിക്കുന്നവരില്ലേ? മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞത് അവരങ്ങനത്തെ ആൾക്കാരെന്ന് പറഞ്ഞില്ല. അവർ 100% മതക്കാരനാണ്. പക്ഷെ മതത്തിന് ചട്ടക്കൂട്ടില്ല, അങ്ങനെ ഒരു സംവിധാനങ്ങളുണ്ട്. അല്ല, മതത്തിന്റെ ചട്ടക്കൂട്ടിലൊക്കെ പല സംവിധാനങ്ങളും പലയിടത്തും കാണും. അതിപ്പോൾ ഒരാൾക്ക് പള്ളിക്കകത്ത് കയറിയാലോ ക്ഷേത്രത്തിനകത്ത് കയറിയാലോ, അത് ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം പള്ളിയോ ഹിന്ദു ക്ഷേത്രമോ വേറെ ഏതെങ്കിലും ആരാധനാലയം ഒക്കെ ആയിക്കോട്ടെ, അവിടെയൊക്കെ അവരുടെ ചട്ടക്കൂടവും കാര്യങ്ങളും സ്വകാര്യ ജീവിതത്തിലും ഒക്കെ ആർക്കും കാണാം. അതിനൊന്നും ആർക്കും ഒരു തെറ്റുമില്ല. നിങ്ങൾ എന്നെ ഈ വേറെ വഴിക്ക് തിരിച്ചുകൊണ്ട മതത്തിന്റെ ഐക്യം ഇങ്ങനെ വേറെ ഒരു മാത്രമില്ല. അങ്ങനെയല്ലല്ലോ ശ്രീ ദാസൻ. അങ്ങനെ ഒരു മുസ്ലിം മതത്തിന് മാത്രമായ ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു കുഴപ്പവും ക്രിസ്ത്യൻ മതത്തിനും ഹിന്ദു മതത്തിനും ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു കുഴപ്പവും മുസ്ലിം മതത്തിനില്ല. അങ്ങനെ അവർ ഈ ഏതെങ്കിലും ഒരു മതത്തിന് മറ്റു മതത്തിന് ഇല്ലാത്ത നേട്ടമോ അല്ലെങ്കിൽ കുഴപ്പമോ ഒന്നും ഉള്ളവരല്ല. അല്ല, കിരൺ ബാബു 25 കൊല്ലമായിട്ട് ഒരു മുസ്ലിമിന്റെ കൂടെ ജീവിക്കുന്ന ആളാണ്. ഈ മുഴക്കുന്ന പഞ്ചായത്തിൽ CSC അബ്ദുള്ള എന്ന് പറഞ്ഞ ആളെ കൂടെ അന്ന് ചെറുപ്പം മുതലേ എല്ലാ കാലത്തും അയാൾക്ക് ഒരു വർഗീയം കണ്ടിട്ടില്ല. ഞാൻ 25 കൊല്ലം അയാളെ കൂടെ സ്ഥിരമായി ജീവിച്ച ആളാണ്. ഞാൻ അങ്ങനത്തെ വർഗീയവാദിയല്ല. പക്ഷേ ഞാൻ ഇതാണ് നഗ്ന സത്യം പറയുമ്പോൾ നമുക്ക് പഴയ പ്രശ്നമാകും. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ പറഞ്ഞ 3 നേതാക്കളുടെ പേര് പറഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പറഞ്ഞുകൊണ്ട് ആ 3 നേതാക്കളും എന്തായാലും അങ്ങനെ ഏതെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവരും അങ്ങനെ പ്രവർത്തിക്കുന്നവരോ അല്ല, തികഞ്ഞ മതേതര കാഴ്ചപ്പാടോടുകൂടി നിൽക്കുന്ന അതങ്ങനെ അതിനോട് ദാസനും യോജിക്കുന്നുവെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദാസൻ അതിനപ്പുറത്തേക്ക് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് കൃത്യമായി ചിലപ്പോൾ എൻ്റെ മനസ്സിലാക്കിയതിലെ പിഴവുണ്ടായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു മതേതര കാഴ്ചപ്പാടുള്ള നേതാക്കളാണെന്നുള്ളത് ദാസനും എന്തായാലും യോജിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ഭാസിയാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ ഭാസി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാറേ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല സാർ, ഗുഡ് ഈവനിങ്. ഓക്കെ അതായത് സമയം ഇപ്പോട്ടെ. കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് സത്യസന്ധമായിട്ട് നമ്മളൊന്ന് ആലോചിക്കും. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകരൊക്കെ നമുക്ക് ഭയങ്കര ബഹുമാനമാണ്, കാര്യങ്ങളാണ് നാട്ടിൽ നടക്കുന്ന ഏത് വിഷയങ്ങളും നിങ്ങൾ സത്യസന്ധമായിട്ട് പറയുമ്പോഴാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ അൻവർ എന്ന് പറഞ്ഞ സാധനത്തിന് CPM എന്തിനാണ് കൂട്ടുകൂടി, എന്തിനാണ് അയാളെ MLA ആക്കി? കോടിക്കണക്കിന് അയാളുടെ പൈസ ഉണ്ട്, എവിടുന്ന് കൊണ്ടുവന്നൊന്നും നമുക്കറിയത്തില്ല, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. അയാളെ കൊണ്ടുവന്ന് കൂടിക്കഴിയുമ്പോൾ ഗുണമുണ്ട്, കൃത്യമായിട്ട് ഗുണമുണ്ട്. അതുപോലെ തന്നെ ഒരു സാധനം ഞാൻ പറഞ്ഞാൽ, ആലപ്പുഴ മത്സരിച്ച് MP ആയിട്ട് നമ്മുടെ ഡോക്ടർ പ്രസാദ് തോന്നുന്നു. ഓക്കെ, അതായത് 2 പ്രാവശ്യം മത്സരം, 3ാമത്തെ പ്രാവശ്യം എന്തോ സാർ MP ഡോക്ടർ KS മനോജ് അല്ലേ? അല്ല, മനോജ്. ഓക്കെ KS മനോജ് 2 പ്രാവശ്യം മത്സരിച്ച് 3ാമത്തെ സ്ഥാനം സീറ്റ് കിട്ടാത്തപ്പോൾ അയാൾ പോയി. അയാൾ ഈ പാർട്ടിക്ക് ഒരു ഗുണവും ചെയ്യാത്ത, കുടുംബപരമായിട്ട് പാർട്ടി അല്ലാത്ത, ഈ അൻവർ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവൻ. എന്തിനാ സാറേ ഇവരിങ്ങനെ ചെയ്യുന്നത്? ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, എനിക്കിത് പറയാതിരിക്കാൻ പറ്റിയല്ല സാറേ. നിങ്ങളെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അയാൾ മുന്നേ പറയാതിരിക്കാൻ പറ്റിയല്ല. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പാർട്ടി, നമ്മൾ പറയും നമുക്ക് അധികാരം വേണം എന്നുള്ളെങ്കിൽ നമ്മൾ സീറ്റ് കിട്ടണം എന്നുള്ള ഏത് തെണ്ടിയം പിടിക്കണമെന്നാണ് പറയുന്നത്. നായനാർ പണ്ട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ മുസ്ലിം ലീഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗും അതുപോലെ തന്നെ മറ്റേ ലീഗും 2 ലീഗായിരുന്നു പണ്ട്, അറിയാമല്ലോ. കോണിയും ഏണിയും. കോണി എന്ന് പറഞ്ഞാൽ ഈ വള്ളം, അന്ന് അങ്ങനെ വടക്കൻ മലബാറിൽ അങ്ങനെ ആയിരുന്നു. ഒരു വിഭാഗം ഈ കോണിക്കാര് നമ്മുടെ കൂടെ, ഏണിക്കാര് LDFന്റെ കൂടെ, ഏണിക്കാര് മുസ്ലിം ലീഗ് മറ്റവരുടെ കോൺഗ്രസിന്റെ കൂടെ. ആ കോണിയായ എല്ലാം കൂടെ ഒന്നിച്ച് യോജിച്ച് അവരിപ്പോ ഒന്നായി. ഇതൊക്കെ പോട്ടെ, ഇതൊന്നും നമ്മളൊന്നും പറഞ്ഞു വരുന്നതല്ല. അവിടെ മത്സരിച്ച് ജയിക്കാൻ പോകുന്നതിന്റെ കാര്യം ഞാൻ ഒറ്റ കാര്യം കൂടെ സാറേ, ഒരു കാര്യം വളരെ വ്യക്തമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ജാതി പറയുന്നത് ആരാ സാറേ? ഞാനൊരു കാര്യം ചോദിച്ചു. ജാതി പറയുന്നത്, സത്യം പറഞ്ഞ ജാതി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങളാണ്. നിങ്ങൾ പറയുന്ന ഒരു വാക്കാണ് മുസ്ലിം വോട്ട് ഇത്ര ഉണ്ട്, ഹിന്ദു വോട്ട് ഇത്ര ഉണ്ട്, മറ്റവരുടെ വോട്ട് ഇത്ര ഉണ്ട്, ക്രിസ്ത്യാനി വോട്ട് ഇത്ര ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ജാതിയല്ലേ സാറേ? മുസ്ലിങ്ങളല്ലല്ലോ. നിങ്ങൾ പറഞ്ഞ കോൺഗ്രസിന്റെ ഇത്ര ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത് സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ സമൂഹത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് ഈ ജാതി മതം എന്നൊക്കെ പറയുന്നത്. അവിടെ എത്ര മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളടക്കം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവിടുത്തെ മതവും ജാതിയും ഒക്കെ എല്ലായ്പ്പോഴും മിക്കപ്പോഴും തന്നെ ഭൂരിപക്ഷ സമയങ്ങളിലും പരിഗണിക്കാറുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ജയിക്കുന്ന കുറച്ച് നേതാക്കളൊക്കെ ഉണ്ടാവും, പക്ഷേ പലപ്പോഴും പരിഗണിക്കാറുണ്ട്. അത്തരം പരിഗണനകൾ വരുമ്പോൾ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത് സ്വാഭാവികമാണ്. അത് ഓക്കെ. ഞാൻ പറയുന്നത് കോട്ടയം, ഞാൻ പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയത്ത് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ആ കൂടി പറയുന്നത് തന്നെ ക്രിസ്ത്യാനി വേണം സ്ഥാനാർത്ഥി. ക്രിസ്ത്യാനി ഇന്നലെ ജയിക്കുള്ളൂ.
അവിടെ ആ സാറേ 82-ൽ സുരേഷ് കുറുപ്പിനെ ഇവിടെ ഭയങ്കര ഭൂരിപക്ഷത്തെ ക്രിസ്ത്യാനികൾ ജയിച്ചുകൊണ്ടിരുന്നത് സുരേഷ് കുറുപ്പായി. ഇപ്പൊ എം പി ആയിരുന്ന സുരേഷ് കുറുപ്പ് ഇപ്പം ഒന്നുമില്ല, അദ്ദേഹമാണ് അവിടെ മത്സരം ജയിച്ചത്. അപ്പം ജനം കണ്ടത് സുരേഷ് കുറുപ്പ് എന്നുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ല മനുഷ്യൻ. അപ്പം ഇവിടെ ജാതി ഒക്കുണ്ടോ സാറേ? ഇവര് ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഇവർക്ക് എത്ര വോട്ടുണ്ട്, അവർക്ക് എത്ര വോട്ട്, അങ്ങനെ പറഞ്ഞു ശരിയാണോ എനിക്കറിയത്തില്ല. ശരിയല്ല, അത് തന്നെയാണ്. നമുക്ക് ജാതി മതം നോക്കിയല്ല വോട്ട് നിശ്ചയിക്കേണ്ടത്, ജാതി മതവും നോക്കിയല്ല വോട്ട് വരേണ്ടത്, രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും അങ്ങനെ നോക്കിയാണ് സ്ഥാനാർത്ഥികളടക്കം നിശ്ചയിക്കുന്നത്. അല്ലാതെ വന്ന് മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് സ്ഥാനാർത്ഥികൾ ഉണ്ട് താനും, അതൊന്നും ആരും നിശ്ചയിക്കുന്നില്ല. ശരി, ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, രണ്ട് പക്ഷത്തിനായാലും താങ്കളുടെ ഭരണപക്ഷത്തായാലും പറയാൻ ഭരണ നേട്ടങ്ങൾ നിരവധിയുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാടുകളുടെ നേട്ടങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ അതൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് രണ്ട് കൂട്ടരും ഇപ്പോൾ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ കൂടെ ഏത് ജാതി ഉപവിഭാഗങ്ങൾ ചേർന്നു, അല്ലെങ്കിൽ അവർ വർഗീയവാദികളാണോ ഇവർ വർഗീയവാദികളാണോ, അല്ലെങ്കിൽ അവർ നല്ലതാണ് ഇവർ ഞങ്ങളുടെ കൂടെ ചേർന്നവർ മോശക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ചേർന്നവർ മോശക്കാരാണ് എന്നുള്ള മട്ടിൽ അങ്ങനെയാണോ രാഷ്ട്രീയം നീങ്ങേണ്ടത്? ഇതെങ്ങനെയാണ് നമ്മുടെ ഈ മതവും ജാതിയും ഒക്കെ ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്? ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതില് അതിനുശേഷം ഒരു 10-12 വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്. അന്നൊന്നും ഇവിടെ ഒരു പ്രചരണത്തിലും ഒരു ജാതിയുടെ കാര്യം പറഞ്ഞായിരുന്നില്ല. മത്സരമൊക്കെയും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് ശരിയാണോ, കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് ശരിയാണോ, അന്ന് രണ്ട് പാർട്ടിയെ. താങ്കൾക്ക് ഈ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ജാതി ശക്തികളെല്ലാം ചേർന്ന് നിന്ന് നടത്തിയ സമരവും ഇന്നത്തേനേക്കാൾ എത്രയോ ശക്ത, ഇന്നൊക്കെ മോശക്കാവും അന്നൊന്നും നല്ലതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വിമോചന സമര കാലമൊക്കെ താങ്കൾക്ക് ഓർമ്മ കാണുമല്ലോ. അപ്പോൾ അന്നും ഇതൊക്കെ ഉണ്ട്, ഇന്നത്തെ പോലെ പുറത്തു വന്നില്ല എന്ന് മാത്രമല്ല, അന്നും ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ അന്നങ്ങ് മഹത്തായ കാലമാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ചരിത്രത്തോട് അത്ര യോജിക്കുന്ന കാര്യമായില്ല. അതിലേക്കാണ് ഞാൻ വന്നത്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് 10-12 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ആ സമയത്ത് നമ്മുടെ വിമോചന സമരം നടന്നില്ലേ, വിമോചന സമരം. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് സംഭവിച്ചത് കേരളത്തിലെ എല്ലാ ജാതിമത കൂന്ത്രാണ്ടങ്ങളും ഒന്നിച്ചങ്ങ് കൂടി. എന്തിന്? ജാതിമതം പറയാതെ വോട്ട് നേടി ജയിച്ച ഒരു മന്ത്രിസഭയെ പുറത്തിറക്കാൻ വേണ്ടി. അതിന് കൂട്ടുനിന്നത് ആര്? അന്നത്തെ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ്. അന്ന് നമ്മൾ വലിയ മതേതരം എന്ന് പറയുന്ന നെഹ്റുവും ഇന്ദിരാഗാന്ധിയും എല്ലാം കൂടെ ചേർന്നിട്ട് ആ മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. ഈ ജാതിമത കക്ഷികളെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ കുഴപ്പങ്ങളുടെ പേരിൽ. പിന്നെ അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇത് പറഞ്ഞു തുടങ്ങി. പിന്നെ 67-ലെ മന്ത്രിസഭയ്ക്കകത്ത് മുസ്ലിം ലീഗ് ഒരു കക്ഷിയായി വന്നു. അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു, എങ്കിലും അവർ ആ പാപം ചെയ്തു. ഇപ്പൊ അതിനുശേഷം വന്ന എന്താണ്? നമ്മുടെ രഥയാത്ര ഓർക്കുന്നില്ലേ? ഇന്ത്യ മുഴുവൻ കലക്കി മറിച്ചില്ലേ? മതം പറഞ്ഞ്, ഹിന്ദുത്വം പറഞ്ഞ്, ഹിന്ദു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് ഇന്ത്യ മുഴുവൻ എടുത്തു മറിച്ചിട്ടില്ലേ? അതിനുശേഷം നമുക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടായോ? അതിനുശേഷം നമ്മൾ ബാബരി മസ്ജിദ് ഒളിച്ചു കളഞ്ഞില്ലേ? അതിന്റെ പേരിൽ മതം പറഞ്ഞില്ലേ? പിന്നെ നമ്മൾ വന്നത് എങ്ങോട്ടാണ്? ശബരിമലയിലേക്ക് വന്നു. ശബരിമലയിൽ വന്നപ്പോൾ പറഞ്ഞത് എന്താണ്? അവിടെയും പറഞ്ഞ് ഇതൊക്കെ തന്നെയായിരുന്നില്ലേ, എന്തും കടുത്ത വർഗീയതയാ പറഞ്ഞ്. പക്ഷേ ഇതിനെയെല്ലാം ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വേറൊരു സത്യമാണ്. 100% അവരതിന് വഴിപ്പെട്ടു പോയില്ല. അതുകൊണ്ട് ഇപ്പോഴും കുറച്ച് ഒരു ചെറിയ തുരുത്തായി ഇതിനെയൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഇതേ ഇടതുപക്ഷം തന്നെ ഈ ജാതി മതത്തിന്റെ കക്ഷികളെയും അവരെ കൂട്ടുപിടിക്കാനും അവരുമായി ചേരാനും ഒക്കെ ശ്രമം നടത്തുന്നില്ലേ? അത് കുറെ കൂടി അത്ര ഒരു ഉറച്ച നിലപാടുകൾ കുറെ കൂടി ശക്തമായി സ്വീകരിക്കണമെന്ന് താങ്കൾക്ക് തന്നെ അഭിപ്രായം കാണില്ലേ? അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഏതെങ്കിലും ജാതി മതം ചേർത്ത് പറയുന്ന ഒരുത്തനെയും ഇടതുപക്ഷത്തിനൂടെ കൂട്ടരുത് എന്ന് തന്നെ എന്റെ അഭിപ്രായം. ശബരിമലയ്ക്ക് ശേഷം സംഭവിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പം അടപടലെ തോറ്റുപോയില്ലേ ഇടതുപക്ഷം, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പൊ നിലമ്പൂരേക്ക് വരായിനി. നിലമ്പൂരേക്ക് വന്നു കഴിയുമ്പം ഈ ഇലക്ഷനീയറിംഗ് തുടങ്ങിയ സമയത്ത്, പ്രചരണം തുടങ്ങിയ സമയത്ത് അവിടെ ജാതിമതങ്ങൾ കാര്യമായി പറഞ്ഞു തുടങ്ങിയിരുന്നില്ല. വികസനം എന്ന് പറഞ്ഞായിരുന്നു പിണറായി അവിടെ പോയി പ്രസംഗിച്ചതും സ്വരാജ് പ്രസംഗിച്ചു തുടങ്ങിയതെല്ലാം അത് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് ഇതിലേക്ക് ഇത് വന്നത്? ഒരു 3-4 ദിവസമല്ലേ ആയുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി പിന്നെ കോൺഗ്രസിന്റെ കൂടെ കൂടുന്നെന്നും അവരെന്തുമാത്രം വർഗീയ പാർട്ടിയാണെന്നും അവർക്ക് മതരാഷ്ട്രം വേണമെന്ന് പറയുന്നവരാണെന്നും ഒക്കെ പറഞ്ഞു തുടങ്ങിയത് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ പിന്നെ അതൊന്ന് പറഞ്ഞു തുടങ്ങി മുന്നോട്ട് പോവുകയാണ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അതിനിടയിൽ ഒരു ചെറിയ വിഷയം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കും. താങ്കളുടെ ഒരു സജീവ ചർച്ചയിലേക്ക് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ശബരിമല കൊണ്ടാണ് അന്ന് പരാജയപ്പെട്ടതെന്ന് ഒക്കെ വിലയിരുത്തലുകൾ പല ഘട്ടത്തിലും പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പരാജയം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ശബരിമലയാണ് എന്നതൊക്കെ നമ്മുടെ ഒരു ഊഹമാണ്. അതിനപ്പുറത്തേക്കും കൂടി അത് അഴിച്ചു ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരമുണ്ട് ബാബു സാറേ. നമസ്കാരമുണ്ട്. പിന്നെ ഇനി ഒരു 6 ദിവസം കൂടി ഇവര് വർഗീയം
അതായത് മിക്കവാറും 17-ാം തീയതി നിർത്തുള്ള അപ്പോഴേ അപ്പൊ ഈ 6 ദിവസം അവർക്ക് കഴിയുന്ന മാതിരി അവർ പറയും. അതില് ആർക്കാ വലിയത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇതന്നെ ഇപ്പൊ ഒരു വർഗീയാണ് ഇപ്പൊ ഇവിടെ സ്ഥാനാർത്ഥിനെ നിർത്തിയത്. കാരണം എന്ന് വെച്ചാൽ മലയോര കർഷകരെ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിന് ആ ക്രിസ്ത്യാനിയായ അയാളെ നിർത്തണമെന്ന് പറഞ്ഞ് അത് ഏകദേശം ഒപ്പിച്ചതാണ്. അത് ഒപ്പിച്ചപ്പോ ഈ മറ്റേ ആളെ സംബന്ധിച്ച് നമ്മളെ അൻവർ സാറ് പറഞ്ഞത് എന്താ അറിയോ, ഞാൻ ആ ആളെ അറിയുന്നില്ലല്ലോ, ഞാൻ കല്യാണത്തിന് വെച്ച് കണ്ടു, പിന്നെ സിനിമക്കാരനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ അയാൾക്ക് വേണ്ടത് മറ്റേ ആളെ നിർത്തണം. ആരെ? പിന്നെ മലയോര കർഷകരെ രക്ഷിക്കുന്ന ആളെ. ഇയാൾക്ക് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഇവിടെ നിർത്തണം. അൻവർ പറഞ്ഞ് കേട്ടും ചെയ്തു വിടാനുള്ള. അപ്പൊ ഇനി അവര് പറഞ്ഞുകൊണ്ടിരിക്കും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇടവേള ശേഷം വീണ്ടും പൊതുവേദി തുടരും. ശ്രീ സന്തോഷാണ്, സന്തോഷ് വിക്ടർ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ സന്തോഷ്, ഈ രാഷ്ട്രീയം പറയേണ്ട സ്ഥലങ്ങളിലേക്ക് ഈ മതത്തെയും ജാതിയെയും അതിൻ്റെ ഉള്ളിലെ ഉപവിഭാഗങ്ങളെയും ഒക്കെ കൂട്ടിക്കിട്ടുന്നത് അത്ര നന്നാണോ? സാറേ, അവിടെ എല്ലാ വിഷയങ്ങളും ചർച്ചയാവുന്നുണ്ട്. പക്ഷെ ഇതിലെ ഇപ്പോഴും കണ്ടപ്പോഴത്തേക്ക് ഈ ജാതി എന്നുള്ള ലെവലിൽ ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് എടുത്ത് അലക്കുന്നത് എനിക്കറിയില്ല. കഴിഞ്ഞ LDF സർക്കാരിന്റെ എല്ലാ തര ഭാഗത്തുനിന്നും ഇത് കിട്ടിയിട്ടുണ്ട്, അവർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അന്നൊന്നും ആരും ഒന്നും പറഞ്ഞില്ല. അതിപ്പോ മുസ്ലിം ലീഗുകാർ പറഞ്ഞാൽ എല്ലാവരും അവർക്ക് വോട്ട് ചെയ്യണമെന്നില്ല, കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ എല്ലാവരും അവർക്ക് കോൺഗ്രസ്സുകാരനെ വോട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സകല മേഖലയും തകർന്ന് തരിപ്പണമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് മത്സ്യമേഖലയാണ്. ഈ മത്സ്യമേഖലയിൽ എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഞങ്ങൾക്ക് പഞ്ഞമാസ പദ്ധതി എന്നും പറഞ്ഞ് പൈസ തരുന്നുണ്ട്. ഈ പഞ്ഞമാസം തരാൻ വേണ്ടിയുള്ള പൈസയാണ്. പക്ഷെ ഞങ്ങൾക്ക് പഞ്ഞമാസം കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഇട്ട് തരികയാണ്. ഇപ്പൊ കപ്പൽ വന്ന് അവർ തമ്മിൽ ഒത്തുകളിച്ച് ഇന്ന് കേസ് എടുത്തെന്ന് പറയുന്നു. എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമാണ്. അവിടെ എല്ലാം ചർച്ചയാവുന്നുണ്ട്, നിലമ്പൂർ എല്ലാം ചർച്ചയാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇവര് മോദി സർക്കാരിനെയും ഇവിടെ സർക്കാരിനെയും ഒക്കെ മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് എടുത്ത് പൊക്കി വെച്ച് അവർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് എന്തായാലും ചില യൂട്യൂബിലെ കമന്റുകൾ കൂടി നോക്കേണ്ടതുണ്ട്. ഈ ഗോളാന്തരയാത്ര നേരത്തെ മക്കളുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞതിന് മറുപടിയായി അവരെല്ലാം സ്വന്തം പങ്കാളിയെ സ്വയം തിരഞ്ഞെടുത്താണ്, ഞാൻ അവർക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും വസ്ത്രവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന BJP ആണെന്ന് ജലീഷ് ജോൺ പറയുന്നു. കോൺഗ്രസും രാഷ്ട്രീയം പറയാനില്ല, പക്ഷേ ഇടതുപക്ഷത്തിന് മതനിരപേക്ഷ രാഷ്ട്രീയം എന്നൊന്ന് പറയാൻ ഉണ്ടായിരുന്നു. മദനിയുമായി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അവർ എന്തിന് കൂട്ടുകൂടി, ഇടതുപക്ഷം തോൽവി ഉറപ്പിച്ചുവെന്ന് ബാംഗ്ലൂർ യൂട്യൂബ് പറയുന്നു. അതുപോലെ BJP വർഗീയ പാർട്ടി ആയിരുന്നെങ്കിൽ ഇന്ത്യ പണ്ട് ഇന്നത്തെ പാകിസ്ഥാൻ പോലെ ആയേനെ എന്ന് വിനു പൊതുവാൾ കുപ്ലേരി പറയുന്നു. അതെങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനെ പോലെ ആക്കണോ? ഇന്ത്യയെ പാകിസ്ഥാനെ പോലെ പരമദരിദ്രമായ എല്ലാ തരത്തിലും ഇന്ത്യക്കാൾ എത്രയോ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യത്തെയാണോ മാതൃകയാക്കേണ്ടത്? ശ്രീ വിനു പൊതുവാൾ കുപ്ലേരി. PDP ഇടതുമുന്നണിയും വെൽഫെയർ വലതുമുന്നണിയും ചേർന്നാൽ തിരുവോണം എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. അങ്ങനെ പല അഭിപ്രായങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ വന്നിരിക്കും. കുറേ അഭിപ്രായങ്ങൾ കൂടിയുണ്ട്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ദീപു, താങ്കൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയം പറയാൻ ഇടതുമുന്നണിക്കായാലും വലതുമുന്നണിക്കായാലും ഉണ്ട്, അവർ രാഷ്ട്രീയം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ മുഖ്യ ചർച്ചയിൽ നിന്ന് ഈ രാഷ്ട്രീയത്തെയും ഇത്തരം വികസന പ്രശ്നത്തെയും അടിസ്ഥാന പ്രശ്നങ്ങളെയും മാറ്റി നിർത്തി ഈ മതജാതി വർഗീയ വിഭാഗങ്ങളുടെ ചർച്ചകളിലേക്ക് മാറ്റുന്നത് ശരിയാണോ? കിരൺ, അതിന് ആ വിഷയത്തിൽ കൃത്യമായി രാഷ്ട്രീയം പറയേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ ഒരു പൊതുവേദി വന്നിട്ട് പച്ച കള്ളം പറയാൻ ഒരു മടിയുമില്ലാതെ എവിടുന്നെങ്കിലും കിട്ടുന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെ തട്ടുമോ? ഈ രാജീവിന്റെ ഭാര്യ ഇസ്രയേലിലാണോ പണിയെടുക്കുന്നത്? അവര് കുസാറ്റില് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിന്റെ പ്രൊഫസറാണ്. അവര് ഇസ്രയേലിൽ എവിടെയാണ് പണിയെടുക്കുന്നത്? അവർക്ക് അവരുടെ കഴിവ് പരിഗണിച്ച് തന്നെ യുനെസ്കോ ചെയർ ഇൻ ബയോ എത്തിക്സ് യൂണിറ്റിന്റെ ഇസ്രയേലിലെ ഫഫ സർവകലാശാലയിൽ യുനെസ്കോ, അതായത് ഇവിടുത്തെ ലോകോത്തരമായി ഈ ലീഗൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ യുനെസ്കോ തെരഞ്ഞെടുത്തതാണ്. എന്തൊക്കെയാണ് വന്ന് പറയുന്നത്? പണ്ട് പറഞ്ഞിട്ടുണ്ട് IIT ബാംഗ്ലൂരിന് റാങ്കോടെ പാസ്സായതെന്ന്. ബാംഗ്ലൂർ IIT ഇല്ല. എന്നിട്ട് പറഞ്ഞു IIT
ഇല്ലാന്ന്. IIT എന്നാണ് റാങ്ക് കിട്ടിയത്. IIT എന്ന് പറയുന്നത് ഒരു താങ്കൾ ഈ വിഷയത്തിലേക്ക് വരും. പച്ച കള്ളം പറയാൻ ഒരു മടിയും ഇല്ല ഇവർക്ക്. അല്ല ഇവിടെ തർക്കത്തിലേക്ക് വേണ്ട, അത് പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ സമയം എടുത്തു. ഇനി താങ്കളെ വിഷയത്തിലേക്ക് വരും. ശാഖയാണ് ഇതെന്ന് വിചാരിച്ചോ? IIT ബാംഗ്ലൂരും. അല്ല അത് വിട്, താങ്കളെ വിഷയത്തിലേക്ക് വരൂ. നമ്മൾ അതിന് ഒരു സമയം മറുപടിക്ക് ഒരു സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞല്ലോ. ഇനി ആ വിഷയം നിർത്താം. ഇനിയെങ്കിലും ഇതുപോലെ വരുമ്പോ ശരി, താങ്കൾ ഈ വിഷയം പറയൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്നതേ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം പറയേണ്ടത് ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ? പ്രതിപക്ഷമല്ലേ രാഷ്ട്രീയം പറയേണ്ടത്? രണ്ടുപേരും പറയണം. ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും രാഷ്ട്രീയം തന്നെയാണ് പറയേണ്ടത്. പറയട്ടെ, ശരി, അവര് പറയണം. എന്താണ് പ്രതിപക്ഷത്തിന് ഒരു 9 വർഷമായ ഒരു സർക്കാരിനെ കുറിച്ച് പറയാൻ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടാവും അല്ലേ പ്രതിപക്ഷത്തിന്? അതല്ലേ അവരവിടെ ചർച്ച ചെയ്യേണ്ടത്? അതല്ലേ അവർ ഓരോന്ന് എണ്ണി പറയേണ്ടത്? മാത്രമല്ല, ഇതിനെല്ലാം പുറമെ 900 കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ള 600 1500 വാഗ്ദാനങ്ങളെ കുറിച്ചുണ്ട്. അതിന്റെ പ്രോഗ്രസ് കാർഡ് ഇറക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി എവിടെയെങ്കിലും ചർച്ച നടക്കുന്നുണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും പ്രതിപക്ഷം പറയുന്നുണ്ടോ? ഇവരിപ്പോഴും അൻവർ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ PDP ഇത് പറഞ്ഞു നടക്കലല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്? ഒരു അഴിമതിയുടെ കൂട്ടരും ഇത് പറയുന്നു എന്നുള്ളതാണ് വിഷയം. അതിനെതിരല്ലേ പറയേണ്ടത്? സർക്കാരിന്റെ കാര്യത്ത് അവരുടെ ഭരണ നേട്ടങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ മണ്ഡലങ്ങളിൽ തന്നെ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ കാര്യങ്ങളുണ്ട്. ഇതൊന്നും പറയാതെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം പറയാം. അഴിമതി 9 വർഷമായ ഏതെങ്കിലും ഒരു സർക്കാർ ഏതെങ്കിലും രാജ്യത്തെ അഴിമതിയുടെ എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേ ഇവർക്ക്? ഒരു തുണ്ട് ഒരു കാര്യം പറയാനുണ്ടോ? അതും പഠിച്ചു പറയുന്ന സതീശനാ. എല്ലാരെ പോലെ ഒന്നുമല്ല, പഠിച്ചു പറയുന്ന സതീശനാ. ഈ സതീശന് കാലണയുടെ എന്തെങ്കിലും സാധനം പറയാൻ പറ്റിയോ ഇവിടെ വന്നുകൊണ്ടിരുന്നിട്ട്? എന്നിട്ട് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങൾ അന്ന് ഇത് കൊടുത്തില്ലേ, ഇന്ന് ഇത് കൊടുത്തില്ലേ? എന്നിട്ട് കുറെ പേര് ഇവിടെ വന്ന് നുണയും കൊതിയും പറയാനായിട്ട് ഇവിടെ വന്നിരുന്നു പച്ച നുണ പറയും. ശരി, സംബന്ധിച്ചു താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ഓരോരുത്തരും ഓരോരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? രാഷ്ട്രീയം പറയേണ്ട സ്ഥലങ്ങളിൽ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും രാഷ്ട്രീയം പറയുന്നതിന് പകരം ഈ മത ജാതി വർഗീയ ഗ്രൂപ്പുകളുടെയൊക്കെ പിന്നാലെ നടക്കുകയും അവരുടെ വോട്ടിന്റെ കണക്ക് വെച്ച് ജയവും പരാജയവും ഒക്കെ കണക്ക് കൂട്ടുകയും ചെയ്യുന്ന അവസ്ഥ, അതെങ്ങനെയാണ്? നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയണ്ടേ എന്ന ചോദ്യമാണ്. ഞാൻ എല്ലാ ചർച്ചകളിലും പങ്കെടുക്കുന്ന എല്ലാ വേദികളിലും പറയുന്നത് രാഷ്ട്രീയം പറയണം. രാഷ്ട്രീയമാണ് പറയേണ്ടത്. 9 വർഷത്തെ പിണറായിയുടെ ഭരണത്തെ വിലയിരുത്തുന്ന വിചാരണ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ആക്കി മാറ്റണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. അത് ഇരുപക്ഷത്തും, ഭരണപക്ഷമാണെങ്കിൽ അവർ ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറ, പ്രതിപക്ഷമാണെങ്കിൽ ഭരണ കോട്ടങ്ങളെ കുറിച്ച് പറ. ജനങ്ങളോട് വിചാരണ ചെയ്യും, ജനങ്ങളോട് സംവദിക്കൂ. നിഷ്പക്ഷമായ ആളുകളാണ് ആരാണ് ജയിക്കേണ്ടത് ആരാണ് തോൽക്കേണ്ടത് തീരുമാനിക്കുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടേതായ വോട്ടുകളുണ്ടാകും. അത് അവരുടെ പെട്ടിയിൽ തന്നെയാണ് വീഴുക. നേരെ മറിച്ച് നിഷ്പക്ഷമായി ഭരണത്തെ വിലയിരുത്തുന്ന ആളുകളുടെ വോട്ടാണ് ആരാണ് ജയിച്ചു വരേണ്ടതെന്ന് തീരുമാനിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു UDF പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ പരാജയമായ ഒരു ഭരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു? ഓരോ കാര്യങ്ങൾ എടുത്തു പറയാൻ ഇവിടെ സമയമില്ല. ഓരോ കാര്യങ്ങളും. ശരി ശ്രീ റഷീദ്, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് മഹാഭൂരിപക്ഷം പ്രേക്ഷകരും രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഈ അടിസ്ഥാനപരമായി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഭരണപക്ഷത്തിന് രാഷ്ട്രീയ നേട്ടങ്ങൾ ഭരണ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ അത്, പ്രതിപക്ഷത്തിന് ഭരണത്തിന്റെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത്, അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും വിമർശനാത്മകമായി തന്നെ ഇതിനെയൊക്കെ സമീപിക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സമയമാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ. അവിടെ ആ രാഷ്ട്രീയം തന്നെ പറയണം എന്നുള്ള അഭിപ്രായമാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും പ്രകടിപ്പിച്ചത്. അപൂർവം പേർ മാത്രമാണ് മറിച്ച് പറഞ്ഞത്. സ്വന്തം രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായത്തോട് വീറോടെ വാദിക്കുന്നവർ പോലും, ആ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ പോലും ഇത്തരം മതരാഷ്ട്രീയത്തിലേക്ക് മാറുന്നതിനെ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യം തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും ഇത് തിരിച്ചറിയും എന്നുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.